പോരാട്ടം എന്ന വിഷയത്തെ ആസ്പദമാക്കി മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ദൈവത്തിൻ്റെ കൃപ ദൈവം നമുക്ക് നൽകിത്തരികയും ശത്രു ആരാണെന്നും ആ ശത്രുവിൻ്റെ രാജ്യവും തന്ത്രങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി നാം ചിന്തിക്കുകയായിരുന്നു. ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ ഒന്നാമത്തെ തന്ത്രം പാപം ചെയ്യുവാൻ ഉള്ള പ്രലോഭനം നമുക്ക് തരുന്നതാണ് എന്ന് പറഞ്ഞിരുന്നു. പാപം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന താൽക്കാലികമായ സന്തോഷത്തെ പെരുപ്പിച്ച് കാണിക്കുകയും അതിൻ്റെ അനന്തരഫലത്തെ മറച്ചു വയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പിശാച് തരുന്ന ഒരു ചിന്ത. ആ അർത്ഥത്തിൽ പാപം ചെയ്യുവാനായി നമ്മളെ പ്രലോഭിപ്പിക്കുമെന്നും ആ പ്രലോഭനം നമുക്കെല്ലാവർക്കും മരണം വരെ ഉള്ളതാണെന്നും നമ്മുടെ മനസ്സിലുണ്ടാകണം. പ്രധാനമായി പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആത്മാവിനാൽ യേശു നടത്തപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. ആത്മാവ് നിറഞ്ഞവനായി എന്ന് നാം വായിക്കുന്നു. ആത്മാവ് അവനെ നടത്തി എന്ന് നാം വായിക്കുന്നു. ആത്മാവിനാൽ യേശു നടത്തപ്പെട്ടു മരുഭൂമിയിലേക്ക്, മത്തായി 4:1. അങ്ങനെ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി പിന്നീട് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. നമ്മൾ ഓർക്കേണ്ടത്, നാം ആത്മാവിനാൽ നടത്തപ്പെട്ടവരായി ജീവിക്കുമ്പോഴും പിശാച് പരീക്ഷകൻ നമ്മുടെ അടുക്കൽ വരും. അപ്പോൾ ഈ പരീക്ഷകനിൽ നിന്നൊഴിവുള്ള ഒരു സമയം നമുക്കില്ല. ആത്മാവിനാൽ പലപ്പോഴും ആളുകളുടെയൊക്കെ മനസ്സിൽ പിശാചിൽ നിന്നൊരു വിമോചനം ലഭിക്കാൻ ആത്മാവിൻ്റെ സഹായം എന്ന ചിന്ത ആളുകളിലുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നാം നിറയപ്പെട്ട് നാം ജീവിക്കുമ്പോൾ, ആത്മീയ നിയന്ത്രണത്തിന് കീഴിൽ നാം ജീവിക്കുമ്പോൾ പിശാച് നമ്മളിൽ നിന്ന് ഓടിപ്പോകുന്നു, അകന്നു പോകുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ യേശുവിനുണ്ടായ ജീവിതാനുഭവം അങ്ങനെയല്ല. പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് മത്തായി 4:1 വായിച്ചത്. ഇത്രയേ ഉള്ളൂ. ആത്മാവിനാൽ നാം നിയന്ത്രിക്കപ്പെട്ട് ജീവിക്കുമ്പോഴും പിശാചിൻ്റെ പരീക്ഷ നമുക്കുണ്ടാകും. യേശുവിനുണ്ടായ പരീക്ഷ നാം ശ്രദ്ധിക്കുമ്പോൾ, ഒന്നാമത് പരീക്ഷയുണ്ടായി, യേശു ആ പരീക്ഷയെ ജയിച്ചു. വീണ്ടും രണ്ടാമത് പരീക്ഷയുണ്ടായി, ആ പരീക്ഷയെയും യേശു ജയിച്ചു. വീണ്ടും മൂന്നാമതും പരീക്ഷിക്കപ്പെട്ടു, ആ പരീക്ഷയെയും യേശു ജയിച്ചു. അപ്പോൾ ഒരു പരീക്ഷയുണ്ടായി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പിശാച് നമ്മുടെ വഴിക്ക് വരികയെന്ന വളരെ മനസ്സിലിരിക്കുന്ന ചിന്തയല്ല. പലരുടെയും മനസ്സിൽ സാക്ഷ്യമായിട്ടൊക്കെ പറയുന്നതും പണ്ടെന്നോ ഒരു കാലത്ത് പിശാചിനെ ജയിച്ച കാര്യമാണ്. ഇല്ല, ഒരിക്കലല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല. പിശാചിൻ്റെ തന്ത്രങ്ങൾ എത്ര പ്രാവശ്യം ഇനി ഒരു ദിവസം തന്നെ നമുക്കുണ്ടാകുമെന്ന് ചോദിച്ചാൽ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റുകയില്ല. ആ അർത്ഥത്തിൽ പിശാച് പരീക്ഷകൻ വരും എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ വേണം. മാത്രമല്ല, ഒരിക്കൽ ജയിച്ചതിനെ കുറിച്ചുള്ള ചിന്തയിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. മറിച്ച് പരീക്ഷകന്റെ പ്രലോഭനങ്ങൾ എപ്പോഴൊക്കെ എവിടെ നിന്നൊക്കെ എതിലെയൊക്കെയാണ് വരുന്നതെന്ന് നമുക്കറിയാൻ പാടില്ലാത്തത് കൊണ്ട് അതിൽ ശ്രദ്ധയുള്ളവരായി നാം ജീവിക്കണമെന്നുള്ളതാണ് സാരം. ഒരുപക്ഷെ നമ്മുടെ ചിന്തകളിലൂടെ ആയിരിക്കും പിശാച് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതരുടെ ആലോചനകളിലൂടെ പിശാച് വന്നെന്ന് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പ്രലോഭനങ്ങളായിരിക്കാം. നമുക്കിതൊന്നും അറിയില്ല. ഏതൊരു ജീവിത സാഹചര്യം വരുമ്പോഴും അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും ദൈവത്തിൻ്റെ ഹിതവുമാണോ എന്നുള്ള, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ള സ്വയശോധനയോടെ, ചിന്തയോടെ നാം ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ട്. എപ്പോഴും പരീക്ഷയുണ്ട്, പിശാചിൻ്റെ തന്ത്രങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് അതിനെ എങ്ങനെ ജയിക്കാമെന്നുള്ള ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, 2 കാര്യങ്ങൾ യേശുവിൻ്റെ പരീക്ഷയിൽ യേശു ജയിച്ചത് സംബന്ധിച്ച് നമുക്ക് പാഠമായിട്ടുണ്ട്. ഒന്ന്, യേശു വചനം ഉപയോഗിച്ച് പിശാചിൻ്റെ പരീക്ഷയെ ജയിച്ചു. യേശു പറഞ്ഞ കാര്യങ്ങൾ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. ഒന്നാമത്തെ പരീക്ഷയിൽ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം വായിക്കാം. എങ്ങനെയാണ് യേശു പരീക്ഷയെ ജയിച്ചത്? ആ
ആവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യമാണ് യേശു ഇവിടെ ഉദ്ധരിക്കുന്നത്. അപ്പോൾ പിശാച് യേശുവിനെ പരീക്ഷിച്ചപ്പോൾ ആ പരീക്ഷയെ ജയിക്കുവാനായി യേശു ഉപയോഗിച്ചത് ദൈവത്തിൻ്റെ വചനമാണ്. വചനത്താൽ നമുക്ക് പരീക്ഷയെ ജയിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ നാം നമ്മെ തന്നെ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്ത കൊണ്ടിരിക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത്, പരീക്ഷ വരുമ്പോൾ വചനം നമ്മുടെ ഓർമ്മയിൽ വരും, ദൈവവചനം നമ്മുടെ ചിന്തയിലോട്ട് വരും. ആ വചനം ചിന്തയിൽ വരുമ്പോൾ അതെ, ആ വചനത്തിന് വിരുദ്ധമാണല്ലോ ഞാൻ ഈ പോകുന്ന വഴി, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഈ കാര്യം, അല്ലെങ്കിൽ ഞാൻ എടുക്കുവാൻ പോകുന്ന ഈ തീരുമാനം എന്ന് നമുക്ക് ബോധ്യപ്പെടും. നമുക്കതിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കാൻ കഴിയും. ഒന്ന്, ദൈവത്തിൻ്റെ വചനത്താലാണ് പരീക്ഷയെ യേശു ജയിച്ചത്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പരീക്ഷകൻ വചനവുമായിട്ടാണ് പിന്നീട് യേശുവിൻ്റെ അടുക്കൽ വന്നത്. വചനം ഏത് വചനമാണെന്നറിയാവോ? നീ ദൈവോത്തരനെങ്കിൽ അപ്പോൾ പിശാച് അടുത്തൊരു വചനമാണ് യേശുവിനോട് പറയുന്നത്. സങ്കീർത്തനം 91-11-12 വാക്യങ്ങളാണത്. അപ്പോൾ യേശു അതിനെ ജയിക്കുന്നത് 7-ാമത്തെ വാക്യത്തിലുണ്ട്. നിന്റെ ദൈവമായ എന്നും കൂടി എഴുതിയിട്ടുണ്ടല്ലോ. 2-ാമത്തെ പരീക്ഷയെ ജയിക്കുന്നതിനും യേശു വചനം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ആവർത്തനം 6:16 യേശു ഉപയോഗിക്കുന്നത്. 10-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കൂ. ശ്രദ്ധിക്കൂ, അടുത്തതും യേശു ദൈവവചനമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പിശാചിടയ്ക്ക് വചനം കൊണ്ട് വന്നപ്പോഴും ആ വചനവും പിശാചിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കോട്ടിക്കളഞ്ഞപ്പോൾ യേശു ആ പിശാച് പറഞ്ഞ വാക്യത്തെയും ദൈവവചനം പറഞ്ഞാണ് യേശു അതിനെയും ജയിക്കും. ചുരുക്കി പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനത്താൽ, വചനത്തിൻ്റെ അനുസരണത്തിലുള്ള ഒരു ജീവിതത്താൽ നമുക്ക് പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാനും ജയിക്കാനും കഴിയും. ആദ്യമൊന്നും പറയാത്ത ഒരു വാചകമാണ് 3-ാമത്തെ പരീക്ഷയിൽ യേശു പറയുന്നത്, സാത്താനെ എന്നെ വിട്ടു പോ. നമ്മൾ ആദ്യമേ ഇതാ പറയുന്നത്. ഇത് ഇല്ലേ പോലും ചുമ്മാ അതെയാണെങ്കിൽ പോലും പറയും, പോ സാത്താനെ എന്ന് പറഞ്ഞു കളയാതെ. ഞാൻ ഇന്ന് കാണുക പോലും ഇല്ലായിരിക്കും, എന്നാൽ പോലും അത് പറയാറുണ്ട്. അങ്ങനെ വെറുതെ പറയേണ്ടതല്ല. ആ തിരിച്ചറിവിൽ 3-ാമത്തെ പ്രാവശ്യവും യേശുവിനെ പരീക്ഷിക്കുമ്പോൾ ആ തിരിച്ചറിവിൽ യേശു പറയുകയാണ്, സാത്താനെ എന്നെ വിട്ടു. അപ്പോൾ പിശാചിൻ്റെ പരീക്ഷയെ പിശാചിൻ്റെ പരീക്ഷയായിട്ട് തന്നെ യേശു തിരിച്ചറിഞ്ഞു. എങ്ങനെ? വചനം ഉപയോഗിച്ച്, വചനം പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ വചനം പറഞ്ഞുകൊണ്ട് വന്നത് പിശാചാണെന്ന് യേശു തിരിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞതിൻ്റെ സ്ഥാനം നിങ്ങൾക്ക് മനസ്സിലായോ? പിശാച് പാപം ചെയ്യുവാനുള്ള പ്രലോഭനങ്ങൾ നമുക്ക് തരുന്നവനാണ് പിശാച്. നമ്മുടെ മനസ്സിൽ ആ ചിന്തയുണ്ടാകണം. ഏതൻ തോട്ടത്തിൽ നടന്നതോ വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ദൈവവചനത്തിൽ ഒരു സംശയം ഉളവാക്കുകയാണ് ചെയ്തത്. ദൈവം പറഞ്ഞ കാര്യത്തിൽ ഒരു ചെറിയ സംശയം. പല ആളുകളും വേദപുസ്തകം വായിച്ചേച്ച് ചോദിക്കുന്ന ചോദ്യം, ഈ വചനം നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റുമോ? ഇത് യേശു തന്നെ പറഞ്ഞതാണോ അതോ പിന്നീട് എഴുതി ചേർത്തതാണോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ധാരാളം ആളുകളും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തെ ദൈവവചനമായിട്ട് തന്നെ കരുതി ആ വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ പിശാചിൻ്റെ പരീക്ഷകളെ നമുക്ക് തിരിച്ചറിയാം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. പിശാചിൻ്റെ തന്ത്രങ്ങളാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒന്ന്, പ്രലോഭനങ്ങൾക്ക് വശംവദനാകാതെ വചനത്താൽ യേശു പിശാചിനെ ജയിച്ചു. 2, യേശു പിശാചിനെ ജയിച്ചത് ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞതുകൊണ്ടാണ്. യേശു പറയുന്നിടത്തെല്ലാം പറയുന്നത് ഇങ്ങനെയാണ്, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എൻ്റെ ഇഷ്ടമൊന്നും അല്ല, പിതാവിൻ്റെ ഇഷ്ടം. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ അറിയാം, പിതാവ് എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കും. അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന്
യേശു അറിയുകയും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ള ചിന്തയോടെ യേശു ജീവിക്കുകയും ചെയ്തതുകൊണ്ട് യേശുവിന് പരീക്ഷകളെ ജയിക്കാൻ കഴിയും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വചനം ഉപയോഗിച്ച്, രണ്ട് ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിച്ചത്. രക്ഷിക്കപ്പെട്ട് നിത്യജീവന്റെ അവകാശിയായി തീർന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണ്? നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുക, നിത്യതയിൽ യേശു ക്രിസ്തുവിനോട് കൂടിയുള്ള കൂട്ടവകാശത്തിൽ നാം ചെലവഴിക്കുക. ആ അർത്ഥത്തിലാണ് വിശുദ്ധ വേദപുസ്തകം ചില ലേഖനങ്ങളിൽ നമുക്ക് വിശദീകരണം ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് ഇവിടെ ജീവിച്ച് കർത്താവിനോടുകൂടെ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം. അതിന് വിരുദ്ധമായിട്ട് എന്തു വന്നാലും ഓർത്തോണം, നിത്യജീവന്റെ അവകാശത്തിലേക്ക് പോകുന്നതിന് തടസ്സമായി ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു കാര്യവും പിശാചിന്റെ പരീക്ഷയുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. രണ്ട്, നമ്മളിങ്ങനെ വായിക്കുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം ചെയ്യുവാൻ ഉള്ള വഴി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെല്ലാം പിശാച് കൊണ്ടുവരുന്ന വഴികളാണ്. പാപത്തിലേക്ക് നമ്മളെ നയിക്കുന്ന സകല വഴികളും അത് പിശാച് കൊണ്ടുവരുന്നതാണ്. അത് ദൈവത്തിൻ്റെ ഹിതവുമല്ല, ദൈവത്തിൻ്റെ വഴിയുമല്ല. വചനത്താൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് പരീക്ഷയെ ജയിക്കാൻ കഴിയും. അതുകൊണ്ട് പിശാച് തന്ത്രങ്ങളുമായിട്ട് പാപം ചെയ്യുവാനുള്ള പ്രലോഭനവുമായിട്ട് വരും എന്നുള്ളത് കൊണ്ട് പേടിച്ച് ജീവിക്കേണ്ടതായിട്ടൊന്നുമില്ല. ദൈവത്തിലും ദൈവകൃപയിലും ആശ്രയിച്ച് നാം ജീവിക്കുമ്പോൾ ന്യായപ്രമാണം, ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പാപത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് തരുന്നുണ്ട്. എന്നാൽ പുതിയ നിയമം യേശു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കേവലം പാപത്തെക്കുറിച്ചുള്ള അറിവ് മാത്രമല്ല, പാപം ചെയ്യാതെ ജീവിക്കാനുള്ള കൃപ കൂടിയാണ് പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് തരുന്നത്. ആ തിരിച്ചറിവിൽ നാം ഇവിടെ ജീവിക്കണം. വചനത്താൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിച്ചാൽ നമുക്ക് പരീക്ഷയെ ജയിക്കുവാൻ കഴിയും. അപ്പോൾ പിശാചിന്റെ തന്ത്രങ്ങളിൽ ഒന്ന് പാപം ചെയ്യാനുള്ള ഒരു പ്രലോഭനം ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത് വേഷം കെട്ടുക എന്ന് പറയും. വേഷം കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വാക്യം ഒന്ന് വായിച്ചേക്കാം. 2 കൊരിന്ത്യർ 11:14. 2 കൊരിന്ത്യർ 11:14. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു. ഇപ്പോൾ പിശാചിന്റെ വേഷം എന്താണെന്ന് ചോദിച്ചാൽ എന്നാ പറയും? ഇവിടെ വെളിച്ചദൂതൻ എന്ന് പറഞ്ഞാൽ ആരാ അർത്ഥം? കർത്താവ് എന്ന് പറയാം, ദൈവത്തിന്റെ ദൂതന്മാരെന്ന് വേണേൽ പറയാം. അപ്പോൾ പിശാച് കെട്ടുന്ന വേഷം, സാധാരണ പിശാച് എന്ന് പറയുമ്പോഴത്തേനും മനസ്സിൽ ഓടി വരുന്നത് എന്നാണെന്നറിയാമോ? കറുത്ത കോട്ടും അല്ലെ ജുബായും ഒക്കെ ഇട്ട്, അല്ലെ കറുത്ത കോട്ടും ഒക്കെ ഇട്ട്, കൊമ്പും ഒക്കെയുള്ള പല്ലുമൊക്കെ വെളിയിലോട്ട് നീണ്ടു നിൽക്കുന്ന, നാക്കുമൊക്കെ നീട്ടി നടക്കുന്ന ഒരു ഭീകര ജീവിയാണെന്നാ പലരുടെ മനസ്സിൽ കിടക്കുന്നത്. സാത്താൻ ഒരിക്കലും ഒരു ഭീകര ജീവിയല്ല. അത് ഞാനൊന്ന് പറഞ്ഞേക്കാം. ഈ 12-13 നൂറ്റാണ്ടുകളിലൊക്കെ സഭയ്ക്ക് ഈ മധ്യപൂർവ്വ ദേശങ്ങളിൽ വലിയ പീഡയുണ്ട്. ഈ പേർഷ്യൻ രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളൊക്കെ ഒരു കാലത്ത് ക്രിസ്തീയ രാജ്യങ്ങളായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഇസ്ലാമിൻ്റെ ആ വികാസത്തിൽ 10-ാം നൂറ്റാണ്ടിന് ശേഷമാണ് മിഡിൽ ഈസ്റ്റ് മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിലായിപ്പോയത്. ആ കാലഘട്ടങ്ങളിൽ അവിടെ സഭയ്ക്ക് വളരെ പീഡകളുണ്ടായി. ക്രിസ്തീയ സഭയെ വളരെ പീഡിപ്പിച്ചു. അങ്ങനെ പീഡിപ്പിച്ചപ്പോൾ അവിടെയുള്ള ചിത്രകാരന്മാർ പിശാചിനെ പേടിയില്ല എന്ന് പറയാൻ വേണ്ടി വികൃതമായ രൂപങ്ങൾ വരച്ചു. എന്നിട്ട് പറഞ്ഞു, പിശാചേ, നീ ഇത്ര വികൃത ജീവിയാണെങ്കിലും ശരി, നിന്നെ ഞങ്ങൾക്ക് പേടിയില്ലെന്ന് പറയാൻ വരച്ചതാണ്. ഇന്നിപ്പം വന്ന് അത് പിശാചായിട്ടാണ് ആളുകളെല്ലാം കരുതിയിരിക്കുന്നത്. അങ്ങനെയല്ല. പിശാചെന്ന് പറയുന്നത് വെളിച്ചദൂതന്റെ വേഷം ധരിച്ചാണ് വരുന്നത്. ഇങ്ങനെയാണെന്ന് പറയാം,
പാസ്റ്ററുടെ വേഷം ധരിച്ചായിരിക്കും പിശാച് വരുന്നത്. അപ്പം നിങ്ങൾക്ക് പിണക്കമില്ലല്ലോ. നിങ്ങളുടെ സഹോദരൻ്റെയോ സഹോദരിയുടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും. ചൂരിദാർ ധരിച്ചാന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ചൂരിദാർ ഇട്ടുകൊണ്ട് വന്നാൽ ചിലപ്പോൾ നിങ്ങൾ നോക്കും. അല്ലെ സാരി ഉടുത്തോണ്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാരി ഉടുത്തവരെ നോക്കും. അല്ലെ മീശ വെച്ചോണ്ടാവരുതെന്ന് പറഞ്ഞാൽ മീശ വെച്ചവരെ നോക്കും. അതൊന്നും വേണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പാസ്റ്റർമാരുടെ വേഷം ധരിച്ച് പിശാച് വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു എന്നാണ് സാരം. നമ്മുടെ മനസ്സിൽ ചിന്ത ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ വേഷവിധാനം കൊണ്ട് പിശാചിനെ നമുക്ക് തിരിച്ചറിയാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ അടുക്കൽ അവൻ വന്ന് വചനം പറഞ്ഞെന്നാ നമ്മൾ വായിക്കുന്നത് അല്ലേ? അതെ, രണ്ടാമത്തെ പരീക്ഷയിൽ പറഞ്ഞത് 91 സങ്കീർത്തനമല്ലേ പിശാച് പറഞ്ഞു? അതെ. അങ്ങനെയാണെങ്കിൽ പിശാച് വചനവും പറയും. അതുകൊണ്ട് ഇന്ന് പല ആളുകൾക്കും ആളുകളെ കുടുക്കിയിട്ടേക്കാണ് പിശാച്. ഇവന്റെ ഈ തന്ത്രം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ആളുകൾ വിചാരിക്കുന്നത് കറുത്ത ഒരു വേദപുസ്തകവും വെളുത്തിയ ഒരു ഷർട്ടും ഇട്ടുകൊണ്ട് ഒരാൾ വന്നാൽ അന്നേരെ പാസ്റ്ററാന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം വാ വിളിച്ച് എന്നാ പറഞ്ഞാലും അതിനെല്ലാം ആമേന് കരുതി. ഇതാ ഇന്നിപ്പം മിക്ക സമൂഹങ്ങളിലും നടക്കുന്ന കാര്യം. നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. പിശാച് വെളിച്ചദൂതന്റെ വേഷം ധരിച്ചാണ് വരുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് അവരെ ഒരിക്കലും നമുക്ക് യൂണിഫോം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒന്നും തിരിച്ചറിയാൻ നമുക്ക് ഒക്കുകയില്ല. ചിലപ്പോൾ നമ്മൾ പറയുമോ എന്തൊരു സൗമ്യനാണെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞു കളയും കേട്ടോ. ആരെക്കുറിച്ചെന്നറിയോ? പിശാചിനെ കുറിച്ച് ചിലപ്പോൾ പറയേണ്ടി വരും. എന്തൊരു സൗമ്യന, അല്ലെ മുഖത്ത് എന്തൊരു ശോഭയാ. ചില ആളുകളുണ്ടല്ലോ ബൈ നേച്ചറിൽ തന്നെ ചിരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരനെല്ലാം കൈകുപ്പിയാണ് നടക്കുന്നത്. ഇതെല്ലാം കൂടെ കണ്ടു കഴിയുമ്പോൾ നമ്മളവർക്ക് എന്തൊരു സൗമ്യന, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ. പക്ഷേ അകമേ എന്താണെന്ന് നമുക്കൊന്നും അറിയത്തില്ല. ഞാനിവിടെ പറഞ്ഞു വന്നത് വേഷവിധാനം കൊണ്ട് പിശാചിനെ തിരിച്ചറിയാൻ പറ്റിയാലെന്നാ പറഞ്ഞതിന്റെ സാരം. വെളിച്ചദൂതന്റെ വേഷം കെട്ടുന്നു. ഒന്ന്, പാപം ചെയ്യാനുള്ള പ്രലോഭനം തരുന്നു. 2, വേഷം കെട്ടൽ പിശാചിന്റെ ഒരു തന്ത്രമാണ്. ഉൽപ്പത്തി 3:1 വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഹവ്വായ്ക്കുണ്ടായ ആ ജീവിതാനുഭവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുകയാണ്. ഉൽപ്പത്തി 3:1. ഇവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പാമ്പിന്റെ വേഷം കെട്ടി അവൻ വരികയാണ് ചെയ്തത്. പാമ്പിന്റെ ആ സംസാരത്തിലോ ആദ്യമേ ചോദിക്കുകയാണ്, തോട്ടത്തിലെ ഒരു പഴവും നിങ്ങൾക്ക് തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? യാതൊരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്നാണ് ചോദ്യം. ഇവനും അറിയാം ആ തോട്ടം ദൈവം ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ തോട്ടത്തിലാണ് ആദമും ഹവ്വയും താമസിക്കുന്നത്. അതിലെ ഫലം പറിച്ചു നിന്നാണ് അവർ ഉപജീവനം കഴിക്കുന്നത്. ഒരുപക്ഷെ ഫലം പറിച്ചു തിന്നുന്ന ഇവൻ കണ്ടിട്ടും ഉണ്ടാകാം. പക്ഷെ ചോദിക്കുക, ഒരു വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അന്നേരം പറയുകയാണ്, ഇല്ല, തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ദൈവം പറഞ്ഞു തിന്നരുതെന്ന് ദൈവം പറഞ്ഞല്ലോ കേട്ടോ. ഇവിടെ ഹവ്വ പറയുകയാണ് തൊടുകയും അരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്നാണ്. തിന്നരുതെന്ന് ദൈവം പറഞ്ഞു, പക്ഷെ ഹവ്വ പറയാ തൊടുകയരുത്. അല്പം ഒരു അതിശയോക്തി കലർത്തി. അന്നേരത്തേനും പാമ്പ് സ്ത്രീയോട് പറഞ്ഞ എന്നാന്നറിയാവോ? മരിക്കുകയല്ല, അതിന് ഞാൻ ഉറപ്പ് തന്നിരിക്കുന്നു. ദൈവം പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ലംഘിച്ചാൽ നിങ്ങൾ മരിക്കുകയാണെന്ന് ഞാൻ ഉറപ്പ് തന്നിരിക്കുന്നു. പോരെ? ഇങ്ങനെ ആരെങ്കിലും നമ്മളോട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അതൊന്നും സാരമില്ല സഹോദര, അല്ലെ അതൊന്നും സാരമില്ല സഹോദരി, ഞാൻ ഏറ്റു, അങ്ങനെ ഒരു കുഴപ്പം വന്നാൽ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു മനസ്സിലൊരു ഇച്ചിരി ഒരു ബലം കൂടും തെറ്റ് ചെയ്യാൻ. പക്ഷേ പിശാചു ആ ഒരു ഉറപ്പാണ് ഇവിടെ കൊടുത്തത്, മരിക്കുകയില്ല നിശ്ചയം. ഐ ആം ഷുവർ ദാറ്റ് യു വോണ്ട് ഡൈ. നിങ്ങൾ ഒരിക്കലും മരിക്കുകയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഞാനത് ഗ്യാരണ്ടി ചെയ്യുന്നു. പിശാചു പറയുകയാണ്. തട്ട് വരുമ്പോഴോ അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെയാകും.
നന്മ തിന്മ അറിയുക എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. നന്മ മാത്രമേ അതുവരെ അവർക്ക് അറിയത്തുള്ളായിരുന്നു. നന്മ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തിന്മയെക്കുറിച്ചുള്ള അറിവ് അവർക്കുണ്ടായത്. അപ്പോൾ പാപം ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തിന്മയെക്കുറിച്ചുള്ള അറിവുണ്ടായത് പഴം തിന്നു കഴിഞ്ഞപ്പോഴാണ്. അത് പിശാചൻ പറഞ്ഞു കേട്ടോ, നന്മ തിന്മകളെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടാകും, പിശാചൻ പറഞ്ഞത്. പക്ഷേ അങ്ങനെ സംഭവിച്ചു. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. ഞാനിവിടെ പറഞ്ഞു വന്നത്, പിശാചിന്റെ വേഷം കെട്ടി, പിശാച് പാമ്പിന്റെ വേഷം കെട്ടി വന്നു. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, 1 കൊരിന്ത്യർ 11:3. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു. സത്യത്തിൽ സർപ്പമാണോ ചതിച്ചേ? പിശാചാണ് ചതിച്ചത്. സർപ്പത്തിന്റെ വേഷം കെട്ടിയാണ് പിശാച് ഹവ്വയുടെ അടുക്കൽ വന്നത്. അപ്പോൾ വേഷം കെട്ടുന്നവനാണ് പിശാച്. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അതുകൊണ്ട് യൂണിഫോം നോക്കി, പെരുമാറ്റം നോക്കി, പൊളൈറ്റ്നെസ് നോക്കി ഒന്നും നിങ്ങൾ ആളെ തിരിച്ചറിയാൻ നമുക്ക് പറ്റുകയില്ല. മറിച്ച് ഫലം കൊണ്ട് മാത്രമേ വൃക്ഷത്തെ തിരിച്ചറിയാവൂ. യേശു പഠിപ്പിച്ചതാണ് കൃത്യമായ ഒരു നിർവചനം. പിശാചിന് ഒരിക്കലും നന്മയുടെ ഉറവിടമാകാൻ ഒക്കുകയില്ല പിശാചിന്. കാരണം അവൻ തിന്മ നിറഞ്ഞവന്. അതുകൊണ്ട് ഫലമില്ലാത്ത വൃക്ഷങ്ങൾ നാം എപ്പോഴും സൂക്ഷിക്കണം. ഇന്ന് പല ആളുകളും ഫലത്തിനേക്കാൾ ഉപരി വരം നോക്കിയാണ് വൃക്ഷങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. വരമുണ്ടോ, രോഗസൗഖ്യം നടക്കുന്നുണ്ടോ, പ്രാർത്ഥിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ നടന്നോ, പരസ്യം, ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്ന ആളാരാണ്, ഇങ്ങനെയൊക്കെ നോക്കുകയാണ് ആളുകൾ ചെയ്യുന്നത്. എന്നാൽ ഇതൊന്നും നോക്കാൻ പറഞ്ഞില്ല യേശു. യേശു പറഞ്ഞത് ഫലമാണ് നിങ്ങൾ നോക്കേണ്ടത്. അതെ, ഹവ്വയുടെ അടുക്കൽ പിശാച് വന്ന വേഷം പാമ്പിന്റെ വേഷം കെട്ടിക്കൊണ്ടാണ് വന്നത്. 1 ശമൂവേൽ 28:8 മുതൽ 20 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ പിശാച് ശമൂവേൽ പ്രവാചകന്റെ വേഷം കെട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 1 ശമൂവേൽ 28 മതി. ഇനി താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, വെളിച്ചപ്പാടത്തിൽ ശമൂവേലിന്റെ ആത്മാവെന്ന് പറഞ്ഞ് ദുരാത്മാവിനെ കാണുകയും അത് ശൗലിനോട് പറയുകയും ചെയ്യുന്നു. ശ്രദ്ധിച്ച് വായിച്ചാൽ അറിയാം, ശമൂവേലിന്റെ ഒരു വേഷം പിശാച് അവിടെ കെട്ടി വരുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ഇവിടെ വരാൻ ഒക്കെയല്ല എന്ന് നമ്മൾ ആദ്യ ക്ലാസ്സിൽ തന്നെ ചിന്തിച്ചിരുന്നു. ഇവിടെ ദുരാത്മാക്കളുണ്ട്, അത് മരിച്ചുപോയ ആത്മാക്കളല്ല. പിശാചും ലൂസിഫറും ആ കൂട്ടത്തിലുള്ള ഒരു കൂട്ടം സഞ്ചയവുമാണ്, ഒരു കൂട്ടം ദൂതന്മാരാണ് എന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ വെളിച്ചപ്പാട് ആത്മാവിൽ ഈ സ്ത്രീ കൊണ്ടുവന്നതും ശൗലുമായിട്ട് സംസാരിക്കുന്നതും ദുരാത്മാവാണ്. ആ പിശാച് ശമൂവേലിന്റെ വേഷം കെട്ടി മരിച്ചുപോയ ആളുകളുടെ പേര് പറഞ്ഞു, മരിച്ചുപോയ ആളുകളുടെ ശബ്ദത്തിൽ സംസാരിച്ചു, ഒച്ചയുണ്ടാക്കി, അവരുടെ പെരുമാറ്റം പോലെ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നത് ദുരാത്മാക്കളാണ്. ദുരാത്മാക്കൾ വേഷം കെട്ടു. അത് യാതൊരു തർക്കവുമില്ല. ചില ആളുകൾ ഭൂതബാധയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവർ ചുമ്മാ വിളിച്ചു പറയുക, എന്നാന്ന് പറയുക അറിയാമോ, ഞാൻ ഏതെങ്കിലുമൊക്കെ ദേവിയാണെന്നോ ദേവനാണെന്നോ ഒക്കെ പറയും. എന്നിട്ട് അത് അഭിനയിച്ചും വേണേ കാണിക്കും. അങ്ങനെയുള്ള ദേവന്മാരെ കുറിച്ചും ദേവതകളെ കുറിച്ചും ഒക്കെയുള്ള കഥകൾ പോലെ ഈ ദുരാത്മാക്കൾ അഭിനയിക്കുകയും ചെയ്യും. അത് പിശാചാണ് വേഷം കെട്ടുന്നത്. പിശാച് ഏത് വേഷവും കെട്ടും. ഞാനിങ്ങനെ പറയാം, യേശുക്രിസ്തുവിൻ്റെ വേഷവും പിശാച് കെട്ടും. 2 കൊരിന്ത്യർ 11:13 വായിക്കൂ. 2 കൊരിന്ത്യർ 11:13.
കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അപ്പോൾ ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, പാസ്റ്റർമാരുടെ വേഷം കിട്ടും, പ്രവാചകരുടെ വേഷം കിട്ടും, അപ്പോസ്തലന്റെ വേഷം കിട്ടും, സുവിശേഷകന്റെ വേഷം കെട്ടി വന്ന് മോഷ്ടിച്ചോണ്ടും പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പിശാചാണ്. അപ്പോൾ പിശാച് ഏത് വേഷവും കെട്ടുമെന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ഏത് ആത്മാവിനെയും ശോധന ചെയ്തിട്ട് നല്ലത് മുറുകെ പിടിപ്പീൻ. ഇപ്പൊ ഏതൊരു ആത്മാവിനെയും ഏതൊരാളെയും നമുക്ക് ശോധന ചെയ്യാം. പല ആളുകളും വിചാരിച്ചെടുക്കുന്നു, അയ്യോ അങ്ങനെ ദൈവദാസനെതിരായിട്ട് വല്ലതും പറഞ്ഞാൽ നമുക്ക് ശിക്ഷ ഉണ്ടാകുകയില്ലേ, ശാപം ഉണ്ടാകുകയില്ലേ, ദൈവം ഇത് അറിയാത്ത ഒരു കാര്യവും പറയരുത്, ആരെക്കുറിച്ചും പറയരുത്. അത് ദൈവദാസൻ നല്ല ആരെക്കുറിച്ച് പറഞ്ഞാലും തെറ്റാണ്. പക്ഷേ ശോധന ചെയ്യണം, ശരിയാണോ കൺഫേം ചെയ്യണമെന്നാണ് അവിടെ അർത്ഥം മൂലഭാഷയിൽ. അത് ശരിയോ തെറ്റോ എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി തെറ്റെന്ന് തോന്നുന്ന ഒരു കാര്യം തെറ്റെന്ന് നമുക്ക് പറയാം. കാരണം പിശാച് വേഷം കെട്ടു. അതുകൊണ്ട് എല്ലാം ശരിയാണെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത്, ഏറ്റവും വലിയ തെറ്റുകളിൽ പോകുന്നത്. അവസാനം വരുമ്പോൾ എന്നാണെന്നറിയോ, ഇവർക്ക് തെറ്റ് ശരി തിരിച്ചറിയാൻ മേലാതെ വരും. തെറ്റ് ശരി തിരിച്ചറിയാൻ മേലാതെ വരും. തെറ്റ് ശരിയും തിരിച്ചറിയാൻ മേലാതെ ഒരുത്തം വരുമ്പോൾ എന്നാ സംഭവിക്കും? തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്ന പോലെ വിശ്വാസം വിട്ടുഴലും. വിശ്വാസം വിട്ടു വീഴുക എന്നുള്ളതിന് അവിടെ കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം ലക്ഷ്യമില്ലാതെ സമുദ്രത്തിലൂടെ കപ്പൽ സഞ്ചരിക്കുന്നതിൽ ഉപയോഗിക്കുന്ന പദമാണ്. നമുക്കറിയാം, കോമ്പസ് നോക്കിയാണ്, വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ചാണ് കപ്പൽ കടലിൽ യാത്ര ചെയ്യുന്നത്. ദിക്ക് നോക്കാനുള്ള യന്ത്രമില്ലെങ്കിൽ ലക്ഷ്യമില്ല. പുറംകടലിൽ പോയിട്ടുള്ളവർക്കറിയാം, പുറംകടലിൽ ചെന്ന് കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ട് നോക്കിയാലും ആകാശം വന്ന് ഈ വെള്ളത്തെ മുട്ടി നിൽക്കുന്നതായിട്ട് തോന്നും. വേറെ ഒന്നും നമുക്ക് അറിയാൻ മേല. എങ്ങോട്ട് പോയാലും ഇത് മാത്രമേ നമുക്ക് തോന്നുള്ളൂ. അത് സംഭവിക്കുമെന്നാണ് പൗലോസ് തിമോഥെയോസിന് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നാം എത്രയധികം സൂക്ഷ്മതയോടെ വേണം ആത്മീയ കാര്യങ്ങളിൽ പോലും നാം ഇടപെടുവാനും. ഈ ശത്രുവിനോടുള്ള പോരാട്ടം നിങ്ങളത് മറക്കരുത്. ഈ പിശാചിനോട് നമുക്ക് യുദ്ധമാണുള്ളത്. ആ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ വളരെ ശ്രദ്ധയോടെ നാം ജീവിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. പിശാച് വേഷം കെട്ടുന്നവനാണ്, വേഷം കെട്ടും. വായിക്കാം വെളിപ്പാട് പുസ്തകം 2:2. വെളിപ്പാട് 2:2 എഫെസോസിലെ സഭയ്ക്കുള്ള സന്ദേശമാണത്. എഫെസോസിലെ സഭയോട് പറയുകയാണ്, സഭയുടെ പ്രവൃത്തിയെക്കുറിച്ചാണ് 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 3 കാര്യങ്ങൾ അവിടെ കാണാം, 4 കാര്യങ്ങൾ. 1 നിന്റെ പ്രവൃത്തി, 2 നിന്റെ പ്രയത്നം, 3 നിന്റെ സഹിഷ്ണുത, 4 കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാഞ്ഞതും. ഓർക്കണം, ഇവിടെ 4 കാര്യങ്ങളാണ് സഭയുടെ ഗുണമായിട്ട് ഇവിടെ പറയുന്നത്. പ്രവൃത്തിയെന്നും പ്രയത്നമെന്നും സഹിഷ്ണുത എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് നമ്മൾ കാണും. അതിന് തുല്യമായിട്ട് പറയുകയാണ്, നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്തു. എന്താണെന്നറിയാമോ? കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാഞ്ഞു. കൊള്ളരുതാത്ത ആളുകളെ കൊള്ളരുതാത്തവരായി തന്നെ അവർ കണ്ടെന്നാണ് സാരം. നമ്മൾ 15-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. അപ്പോൾ അവിടെ വഷളനെ നിന്ദ്യനായിട്ട് എണ്ണുക, അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചു കൂടാഞ്ഞതും. ഓർക്കണം, നമുക്കങ്ങനെ വലിയൊരു ഉണ്ടോ? കൊള്ളരുതാത്തവരാണെന്ന് അറിഞ്ഞാലും നമ്മൾ എന്നാ പറയുന്നതെന്നറിയാം? അയ്യോ, ദേവദാസനെതിരെ വല്ലതും പറഞ്ഞാൽ നമുക്ക് ശാപം വരും, അതുകൊണ്ട് വേണ്ടെന്നും പറഞ്ഞ് സൈഡ് വെട്ടി പോവുക. അപ്പൊ പിശാചിനോട് അനുരഞ്ജനത്തിലാണ്. പിശാചിനോട് യാതൊരു പിണക്കവും ഇല്ല ആർക്കും.
ഇപ്പം വേഷം കെട്ടി വരുന്നത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. ഇനി തിരിച്ചറിഞ്ഞാൽ തന്നെ അതിനെ കൊള്ളരുതാത്തതാണെന്ന് നമ്മുടെ ഉള്ളിൽ കരുതി ജീവിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് സാരം. ഇന്ന് നല്ലൊരു ശതമാനം ഞാൻ അർത്ഥമാക്കുന്നത് സുവിശേഷ വിധ സഭകളിൽപ്പെടുന്ന ഒരു 50% ആളുകൾ ഈ സഹിച്ചുകൂടാത്തത് ആർക്കും ഇല്ല. എല്ലാം അവർക്ക് സഹിക്കാം. അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ലാതെ വരികയാണെന്ന്. പ്രത്യേകിച്ച് ഈ TV-യിലെ ചാനലുകളിലൂടെ വരുന്ന പ്രസംഗങ്ങൾ കേട്ട് എല്ലാം ശരിയാ. അവർക്ക് ഏത് കേട്ടാലും അവസാനം ആമേൻ പറയും. ഇടയ്ക്ക് പ്രാർത്ഥന കാണും, അല്ലെ പ്രസംഗം ദൈവജനത്തിലെ വാക്യങ്ങൾ ഉച്ചരിക്കും. പിന്നെ അവരുടെ ജീവിത പ്രശ്നത്തെക്കുറിച്ചൊന്ന് പറയും. ആര് പ്രസംഗിച്ചാലും ഇപ്പം ഇതിലേതെങ്കിലും ഒന്നും ഇല്ലാത്ത ആരും കേൾക്കുന്നില്ലല്ലോ. കേട്ട് കഴിയുമ്പോൾ പ്രാർത്ഥിക്കാന്ന് പറയുമ്പോഴത്തേനും TV-യുടെ മുന്നേ തലയിൽ തുണിയിട്ടങ്ങിരിക്കും. അവസാനം കൈപൊക്കി ആമേനും ഹല്ലേലൂയയും പറഞ്ഞ് പിരിയുകയും ചെയ്യും. ഇതാണ് ഇന്നത്തെ സംവിധാനങ്ങൾ. ഇത് തെറ്റിപ്പോകരുത്. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കൊള്ളരുതാത്തതിനെ കൊള്ളരുതാത്തതായിട്ട് തന്നെ നാം കരുതണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയോഗിതരായി പ്രസംഗിക്കുന്ന ജീവിക്കുന്നവരാ വചനത്തിന് വിരുദ്ധമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയില്ല. പറഞ്ഞിട്ട് മനസ്സിലായോ? ഇങ്ങനെയൊക്കെ പറയാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണല്ലോ യേശു കർത്താവെന്ന് നമ്മൾ ഏറ്റു പറയുന്നത്. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് ദൈവരാജ്യത്തിന്റെ അംഗമായി തീർന്ന് ജീവിക്കുന്ന ഒരാൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയും, ദൈവം ഒരുവനാണ്, ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകാനുള്ള ഒറ്റ വഴിയേ ഉള്ളൂ, അത് നസറേയനായ യേശുക്രിസ്തു ആണെന്നും ആ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ ബോധ്യം കൊടുക്കും. അങ്ങനെ വരുന്ന ഒരാൾക്ക് അവസാനം നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലാൻ ഒക്കുകയില്ലെന്നാ ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാരം. ഇന്ന് TV-യിലെ നല്ല ശതമാനം പ്രസംഗങ്ങളുടെ അവസാനം പ്രസംഗം കേട്ടാൽ അവർക്ക് എന്തൊരു നല്ല പ്രസംഗമാണെന്ന് ചിന്തിച്ചു പോകും. സാമൂഹിക കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളും ഒക്കെ പ്രസ്താവിക്കും. പക്ഷെ അവസാനം പറയുന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെയാണ് തിരിച്ചറിവ് നമുക്ക് വേണ്ടിയത്. നന്മയെയും തിന്മയെയും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഒത്തിരി കാര്യങ്ങളൊന്നും തെറ്റായിട്ട് കള്ളനോട്ടിലില്ല. പിശാചിന്റെ പ്രവർത്തനത്തിലും ഒത്തിരി കാര്യമൊന്നും തെറ്റായിട്ടില്ല. നമുക്ക് തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ട് തോന്നും. ഒരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞു, സാറേ ഇന്ന് പെന്തക്കോസ്തുകാരേക്കാൾ കൂടുതൽ ഹല്ലേലൂയായി സ്തോത്രവും സ്തുതിപ്പെന്ന അദ്ദേഹത്തിൻ്റെ ഭാഷ എന്ന് പറഞ്ഞേക്കാം, സ്തുതിപ്പ് ഇന്ന് കത്തോലിക്കരുടെ ഇടയിലാണ്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതെ, ഹോശന്നാ ദിവസം യേശുവിനെ ഹോശന്നാ പാടിയത്, ദാവീദ് പുത്ര എന്ന് പറഞ്ഞ് യേശുവിനെ സ്വീകരിച്ചത് ആ ആളുകൾ തന്നെയാണ് ഇവനെ ക്രൂശിക്കാനും പിന്നെ പറഞ്ഞത്. ഹോശന്നാ ദിവസത്തെ ആ സ്തുതിപ്പ് കേട്ടാൽ ഇതിനേക്കാൾ നല്ല ആളുകളുണ്ടോ? ഇല്ല. ഒരാഴ്ച കഴിഞ്ഞില്ല ഇവനെ ക്രൂശിക്കാനും ആ വാഗുകൊണ്ട് തന്നെ അവരങ്ങ് പറയേണ്ടി വന്നു. ഇത് വരരുതെന്നാണ് ഞാനീ പറഞ്ഞു വിടുന്നതിൻ്റെ സാരം. കൊള്ളരുതാത്തവരെ തിരിച്ചറിഞ്ഞു. കൊള്ളരുതാത്ത ഞാൻ ഇത് ഒരു ദിവസം കൊണ്ട് ഈ തിരിച്ചറിവ് ചിലപ്പോൾ നമുക്ക് കിട്ടുകയില്ല. എന്നാൽ കാലക്രമത്തിൽ ഈ തിരിച്ചറിവിൽ നാം വരണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. കാലം കഴിയുന്തോറും ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി വചനത്തോടടുത്ത് നാം ജീവിക്കുമ്പോൾ ഈ ഒരു ആത്മീയ വർധനവും വളർച്ചയും അറിവും ദൈവിക പരിജ്ഞാനവും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗവും നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടതാണ്. ഒരു ദിവസം കൊണ്ട് പൂർണ്ണതയിലേക്ക് വരികയില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖകൻ പറയുന്നത്, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ട നിങ്ങൾ. ഈ സത്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്തോറും നമ്മൾ അതിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കണമെന്നാണ് സാരം. ആത്മീയ വർധനവ് ഉണ്ടാകുന്നതനുസരിച്ച് കൊള്ളരുതാത്തവരിൽ നിന്ന് നാം അകന്നുകൊണ്ടിരിക്കണം. അകൽച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ് സാരം. ആ അകൽച്ച വന്നു വന്ന അവസാനം കർത്താവുമായുള്ള ആ സ്നേഹ കൂട്ടായ്മയുടെ ആഴത്തിലേക്ക് നമ്മൾ പോകുമെന്നുള്ളതാണ് സാരം. അകൽച്ച വരാതിരുന്നാൽ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ നമുക്ക് കുറയുകയും ചെയ്യും. ഈ ലോകത്തിലെ ബന്ധങ്ങൾ നമുക്ക് വർദ്ധിക്കുകയും ചെയ്യും. ഇതാ സംഭവിക്കുന്നത്. കൂട്ടാർക്കെങ്കിലും കുറയുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ആത്മീയ വളർച്ച കൂടുതലുണ്ടാകാനുള്ള ഒരു വഴി ആയിട്ട് തന്നെ അതിനെ നമുക്ക് കരുതാം.
ആവട്ടെ, അവിടെ കൂട്ട് വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ അടുത്തത് വായിക്കുന്നത് ഇങ്ങനെയാണ്: കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാലോ. നമ്മൾ പറയാറില്ലേ, എനിക്ക് സഹിക്കാൻ മേല. സഹിക്കാൻ മേലെന്ന് പറയുന്നത് ആ സാഹചര്യത്തോട് ഒരർത്ഥത്തിലും നമുക്ക് അനുരൂപപ്പെടാൻ പറ്റാതെ വരുമ്പോൾ, അനുരഞ്ജനമില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്നത്, എനിക്ക് സഹിക്കാൻ മേല. ചിലർ പറയാറില്ലേ, ഞാൻ സഹിച്ചു മടുത്തു. ഇപ്പൊ ഇത് ആദ്യം പറയുന്ന ഒരു വാക്കല്ല, പല ആവർത്തിയായി കഴിഞ്ഞപ്പോൾ പറയുക, എനിക്കിനി സഹിക്കാൻ മേല. അർത്ഥം, ഇനി അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് ക്ഷമയില്ല, അല്ലെ സഹിഷ്ണുതയില്ല, കഴിവില്ല, ശേഷിയില്ല, ഞാൻ ആ എൻഡിൽ വന്നു എന്നാണ് അവിടെ അർത്ഥം ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ കൊള്ളരുതാത്തവരെ അവർ ഒട്ടും സഹിക്കുമായിരുന്നില്ല. എന്നിട്ട് അടുത്ത വാചകം എന്നാ പറഞ്ഞതെന്നറിയോ? എന്താ അവർ സഹിക്കാതിരുന്നതെന്നറിയോ? അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച കള്ളന്മാർ എന്ന് കണ്ടതും. അപ്പോൾ ഇവിടെ അവർക്ക് സഹിക്കാൻ മേലാഞ്ഞ കാര്യം എന്നാ? വേദപുസ്തകവും പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ അപ്പോസ്തലന്മാരല്ല, അപ്പോസ്തലന്മാരാണെന്നും പറഞ്ഞ് വേദപുസ്തകവും പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ ഇവർക്ക് സഹിക്കാൻ മേലായിരുന്നു. അപ്പോൾ ഇവർക്ക് അത് തിരിച്ചറിയാൻ പറ്റി. ഞാൻ വിശ്വസിക്കുന്ന കാര്യം നിങ്ങളോട് പറയാം, എല്ലാ സഭകൾക്കും ഉണ്ടാകേണ്ട ഒരു വരം, വേറെ ഒരു വരവും ഇല്ലെങ്കിലും, വേറെ ഒരു വരവും ഞാൻ അർത്ഥമാക്കുന്നത് പ്രവചനവരം ഇല്ലെങ്കിലും നമുക്കിവിടെ ജീവിക്കാം. വീര്യപ്രവൃത്തിയിൽ ചെയ്യാനുള്ള വരവില്ലെങ്കിലും ജീവിക്കാം. രോഗശാന്തി വരം ഇല്ലെങ്കിലും അത്ര കുഴപ്പമൊന്നുമില്ല. കഷ്ടസഹിക്കാനുള്ള വരം, ദാനം ചെയ്യാനുള്ള വരം, ഇതൊന്നുമില്ലെങ്കിലും വിവേചനവരം എന്നുള്ള ഒരു വരം ലോകത്തിലുള്ള മുഴുവൻ സഭകൾക്കും ആവശ്യമാണ്. വിവേചനവരം ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയാൻ നോക്കൂ. തെറ്റും ശരിയും തിരിച്ചറിയണമെങ്കിൽ വിവേചനവരം നമുക്ക് വേണം. അത് നമുക്ക് നിർബന്ധമാണ്. ആ വരം ഉള്ളത് കൊണ്ടാണ് ഇവർക്കിതിനെ തിരിച്ചറിയാൻ പറ്റിയത്. പലപ്പോഴും ഇത് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അർത്ഥം വിവേചനവരം നമുക്കില്ലെന്നാണ്. അതിനുവേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നാണ് ഞാനിവിടെ പറഞ്ഞതിൻ്റെ സാരം. അവരെ തിരിച്ചറിഞ്ഞു. ഞാനിവിടെ പറയുന്നത് ഈ അർത്ഥത്തിൽ പിശാച് വേഷം കെട്ടുമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ആ ചിന്തയോടെ നാം ജീവിക്കണം. അതുകൊണ്ട് എല്ലാം നമ്മുടെ കണ്ണിന് കാണുന്നത് പോലെ ആകണമെന്ന് നിർബന്ധം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ തന്ത്രമാണ് വേഷം കെട്ടൽ. ഒന്ന്, പാപം ചെയ്യാനുള്ള പ്രലോഭനം. രണ്ട്, വേഷം കെട്ടി നമ്മുടെ അടുത്ത് വരിക. ഇതിനോട് നമ്മൾ യുദ്ധം ചെയ്യാറുണ്ട്. ഇതിനോട് യുദ്ധം എന്നാകട്ടോ ബൈബിളിൽ പറയുന്നത്. പക്ഷെ അതിനോട് നമുക്ക് യുദ്ധമാണല്ലോ ഉള്ളത്. ഈ തന്ത്രങ്ങളോട് നമ്മൾ യുദ്ധം ചെയ്യാറുണ്ടോ? അതോ നമ്മൾ അനുരഞ്ജനം കാണിക്കാറുണ്ടോ? അപ്പോൾ അവരെന്നാ വേണ്ടി കെട്ടിക്കോട്ടെ, ഞാൻ എൻ്റെ വഴിക്ക് പൊക്കോളാം എന്ന് പറഞ്ഞ് നമ്മൾ പോവുകയല്ലേ പലപ്പോഴും സംഭവിക്കുന്നത്. ഇവിടെ എത്രയോ ദുരുപദേശങ്ങൾ ആളുകൾ പറഞ്ഞു വരുത്തുന്നു. ഇതൊക്കെ ദുരുപദേശമാണെന്ന് പറയാൻ പോലും പലപ്പോഴും ആളുകൾ തയ്യാറാകുകയല്ല. അവർ പറയുന്നത് ആ ഗമാലിയലിന്റെ വാക്ക് പറയും, എന്നറിയാമോ? ദൈവികമാണ്, നിലനിന്നോളും, അല്ല ഇതൊന്ന് നശിച്ചോളും. നമ്മൾ ഇതൊക്കെ എന്നാ പറയാനാണെന്ന് ചോദിച്ചാൽ നമ്മളീ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, യേശു എന്നതാ ചെയ്തത്? ദേവാലയം ശുദ്ധീകരിച്ചു, നമുക്കറിയാം. ദേവാലയം ശുദ്ധീകരിച്ചു. യേശു ദേവാലയം ശുദ്ധീകരിച്ചെന്ന് പറഞ്ഞ് നമ്മൾ വിടുക ചെയ്യുന്നത്. സത്യത്തിൽ അവിടെ യേശു ചെയ്യുന്നത്, യേശു പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, പക്ഷെ നിങ്ങൾ അതിനെ പ്രാർത്ഥനാലയമല്ല കള്ളന്മാരുടെ ഗുഹയാക്കി. പിന്നെ പറയാണ്, എൻ്റെ പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയും. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും ദൈവത്തിൻ്റെ പ്രവൃത്തിക്കും എതിരായിട്ടുള്ള കാര്യം സംഭവിച്ചപ്പോൾ, ദൈവവചനത്തിന് വിരുദ്ധമായുള്ളത് യെരൂശലേം ദേവാലയത്തിൽ സംഭവിച്ചപ്പോൾ അതിനെതിരെ യേശു പ്രതികരിച്ചു. അങ്ങനെയാണെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൽ തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരെ നമ്മൾ സഹിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. അത് തെറ്റാണെന്ന് പറയാൻ ഒരു പേടിയും വേണ്ട. അത് പറഞ്ഞിരിക്കണം. തെറ്റിൽ നിന്ന് നാം അകലുകയും ചെയ്യണം.
തെറ്റാണെന്ന് പറയാൻ ദൈവം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് കൃപ തരും, ധൈര്യം തരും. ഇന്ന് പലരും ഉണ്ടല്ലോ, പിതാവിൻ്റെ ആലയം എങ്ങനെ കിടന്നാലും ആർക്കും കുഴപ്പമില്ല, ആർക്കും വരാൻ പ്രസംഗിക്കാൻ പോകാം, ആർക്കും ഒരു കുഴപ്പവും ഇല്ല. പിതാവിൻ്റെ ആലയം എങ്ങനെ കിടന്നാലും കുഴപ്പമില്ല. അതേസമയം വ്യക്തിപരമായി നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ അന്നേരെ പ്രതികരിക്കുകയും ചെയ്യും. പിതാവിൻ്റെ ആലയത്തെക്കുറിച്ച് ഒരു പ്രതികരണവും ഇല്ല. നമ്മളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഇവർ പ്രതികരിക്കുകയും ചെയ്യും. ഇതായിരുന്നു ഇപ്പം സംഭവിക്കുന്ന മുഴുവൻ. യേശു എന്നാൽ നേരെ തിരിച്ചായിരുന്നു കേട്ടോ. യേശുവിനെ കുറിച്ച് ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭൂതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് ഇവൻ ഈ അടയാളമൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. യേശുവിനെ വേശ്യാപുത്രൻ എന്ന് വിളിച്ചിട്ടുണ്ട്. യാക്കോബ്, യോസെ, യൂദ എന്നിവരുടെ സഹോദരനല്ലേ ഇവൻ, ഒരു വിലയില്ലാത്ത പോലെ സംസാരിച്ചിട്ടുണ്ട്. എന്തോരോ അടയാളങ്ങൾ യേശു ചെയ്തു. വീണ്ടും പറയുക, നീ ഒരു ആകാശത്തുനിന്ന് ഒരു അടയാളം ഒന്ന് കാണിച്ചതാ. അപ്പോൾ യേശുവിൽ ഒരു വിശ്വാസം ഇല്ലാതെ ആളുകൾ പെരുമാറുകയായിരുന്നു. വേണമെങ്കിൽ എന്നാൽ ഇതുവരെ നിനക്ക് വിശ്വാസമായില്ലല്ലേ, എന്നാൽ ഞാൻ ഒരെണ്ണോടെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് യേശു ഒരെണ്ണോടെ കാണിച്ചു കൊടുത്ത് അവരുടെ വിശ്വാസ്യത തേടിയോ? ഇല്ല. യേശു പറയുന്നത്, യേശുവിനെതിരെ പറഞ്ഞവരോട് ഒരു പ്രതികരണവും ഇല്ലായിരുന്നു. പക്ഷെ പിതാവിൻ്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്ത ആളുകളോട് യേശു പ്രതികരിച്ചു. സഹോദരങ്ങളെ, ഈ വചനത്തിനു വേണ്ടി നാം പ്രതികരിക്കുന്നത് ദൈവസന്നിധിയിൽ പ്രസാദമാണ്. വചനമനുസരിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ട് ഈ വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ തെറ്റാണെന്ന് പറയാൻ നാം കടംപെട്ടവരുമാണ്. അതുകൊണ്ട് എല്ലാ പ്രാർത്ഥനയ്ക്കും, എല്ലാ പ്രസംഗത്തിനും, എല്ലാ കൂട്ടായ്മയ്ക്കും ആമേൻ പറയണമെന്ന് നിർബന്ധമില്ല. ഇന്ന് പല ആളുകളും ആമേൻ പറയാന്നുള്ളത് അറിയാതെ തന്നെ പറഞ്ഞു പോവുകയാണ്. പ്രാർത്ഥന കേൾക്കാതെ തന്നെ ആമേൻ പറയുന്ന ആളുകളുണ്ട്. ചെയ്യരുത്. പ്രാർത്ഥന കേൾക്കാതെ ആമേൻ പറഞ്ഞാൽ നമ്മളും ആ പ്രാർത്ഥന അതുപോലെ അംഗീകരിച്ചു, ദൈവമേ അത് കൈക്കൊള്ളണേ എന്ന് നമ്മൾ പറയുകയാണല്ലോ ചെയ്യുന്നത്. അതൊരിക്കലും ഉണ്ടാകരുത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ എവിടെയെങ്കിലും ഒക്കെ ചെന്നാൽ ഇങ്ങനെ സാക്ഷിയൊന്നും പറയുന്ന രീതിയൊന്നും എനിക്ക് അന്നും ഇന്നുമില്ല. ഞാനൊരു സ്ഥലത്ത് വിവാഹമൊക്കെ കഴിക്കുന്നതിന് മുമ്പാണ് അവിടെ ഒരു 15 ദിവസത്തോളം ഒരു സഭയിൽ ബൈബിൾ ക്ലാസ് ആയി. അപ്പോൾ ആ ക്ലാസ് കഴിയുമ്പോൾ എല്ലാ ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഈ ദൈവദാസനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഞാൻ ആമേൻ പറയുകയാണ്. കാരണം ഈ ഭാര്യയിൽ കല്യാണം പോലും കഴിക്കാത്ത ഞാൻ എങ്ങനെയാണ് ആ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയും? ഞാൻ ആമേൻ പറയുകയാണ്. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ചില ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം 10 ദിവസത്തോളമായി, അവിടുത്തെ പാസ്റ്റർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ അവസാനം ആമേൻ പറയാത്ത ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ പാസ്റ്റർ എന്നോട് ചോദിച്ചു, സാർ എന്നെ അവസാനത്തെ പ്രാർത്ഥന ഞങ്ങളോട് കൂടുകയല്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലെ എല്ലാ വാദ്യങ്ങളും എനിക്ക് സ്വീകാര്യമല്ലാത്തതുകൊണ്ട് ആമേൻ പറയാത്ത. നേരെ അദ്ദേഹം ചോദിച്ചാൽ എന്നാ? ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യയും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഞാനെങ്ങനെ ആമേൻ പറഞ്ഞു? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായി? ഇതാ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം വളരെ ആത്മാർത്ഥതയോടും അതുപോലെ തന്നെ നാം ചെയ്യുന്ന കാര്യങ്ങളോടൊരു ജെന്യുവിനായിട്ട് യാഥാർത്ഥ്യബോധത്തോടെ അതിനോട് പ്രതികരിക്കുകയും ആ അർത്ഥത്തിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തെറ്റാണെന്ന് പറയുന്നതിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ധൈര്യം കാണിക്കണം. യേശു അത് ചെയ്തു, നമ്മളും ആ ധൈര്യം കാണിക്കാൻ കടപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ കാലഘട്ടം അതല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അത് പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ്. ആ തന്ത്രത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് യുദ്ധം ചെയ്യണം. ആ തന്ത്രത്തോട് എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത്? നമ്മളും അതിന് ആമേൻ പറഞ്ഞു മിണ്ടാതെ പോവുകയാണെങ്കിലോ നമ്മളതിൻ്റെ അനുകൂലികളായിട്ട് തീരുകയാണ്. അത് വരരുതെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം. മൂന്നാമത്തെ പിശാചിൻ്റെ തന്ത്രം വഞ്ചിക്കുക എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം വായിക്കാം. ഉൽപ്പത്തി 3:13. ഹവ്വ പറയുകയാണ്, പാമ്പെന്നെ വഞ്ചിച്ചു. വഞ്ചിക്കുക എന്ന് പറയുന്നത് സ്നേഹപൂർവം അടുത്തുകൂടി ചെയ്യുന്ന കാര്യമാണ് വഞ്ചിക്കുക. തട്ടിപ്പെന്ന് നമ്മുടെ ഇന്നത്തെ സംസാര ഭാഷ പറഞ്ഞാൽ തട്ടിപ്പെന്ന് പറയാം. വിവാഹ തട്ടിപ്പുണ്ട്, പണമിടപാട് തട്ടിപ്പുണ്ട്, ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തി, വിസ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തി,
എന്തൊരു തട്ടിപ്പുകളുടെ ചരിത്രമാണെന്നറിയാമോ? തട്ടിപ്പിൻ്റെ ചരിത്രങ്ങളിൽ നമ്മൾ ഇന്ന് പത്രങ്ങളിലൊക്കെ ധാരാളം ചരിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനാണ് വഞ്ചിക്കുക എന്ന് പറയുന്നത്. തട്ടിപ്പ് എന്നാണ് സാരം. ഇതാര് നടത്തുന്നു? പിശാച് ചെയ്യുന്നു. പിശാച് ഈ ഒരുത്തനെ തട്ടിക്കുന്ന അല്ലെങ്കിൽ വഞ്ചിക്കുന്നത് എങ്ങനെയാണ്? അവനോട് ഞാൻ നിന്നെ വഞ്ചിക്കാൻ വന്നതെന്നും പറഞ്ഞ് തുടങ്ങിയാൽ നടക്കുമോ? ഒന്നുമില്ല. സ്നേഹത്തോടെ അടുത്തുകൂടി നമുക്ക് വേണേൽ ചായയോ വേണമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമൊക്കെ മേടിച്ചു തന്ന നമ്മുടെ വിശ്വാസ്യത ഇവൻ ആദ്യം പിടിച്ചു. അയാൾ കുഴപ്പക്കാരനല്ലെന്നുള്ളതാണ് ആദ്യമേ ഇവൻ മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ടാണ് ഇവൻ്റെ തനി സ്വഭാവത്തിൽ നമ്മളോട് പെരുമാറുക. നിങ്ങളെ ആദ്യമേ പിശാച് കാണുമ്പം ഞാൻ നിന്നെ വഞ്ചിക്കാൻ വന്നാന്നൊന്നും പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വരിക. നിങ്ങളെ സഹായിക്കാനെന്നുള്ള നിലയിൽ, നിങ്ങളുടെ കണ്ണിലെ കണ്ണുനീരൊപ്പാനെന്നുള്ള നിലയിൽ, നിങ്ങളുടെ സഹതാപത്തിൽ പങ്കുചേരാനെന്നുള്ള നിലയിലാണ് പിശാച് അടുത്ത് വരുന്നത്. അങ്ങനെ അടുത്ത് വന്ന് ആദ്യമൊക്കെ അവൻ കണ്ണുനീരൊക്കെ ഒപ്പിയൊന്നും വരാൻ കേട്ടോ. അത് കഴിയുമ്പോഴാണ് അതിനേക്കാൾ കൂടുതൽ കണ്ണുനീരിനുള്ള സാഹചര്യങ്ങളെല്ലാം അവൻ ഒപ്പിച്ചുകൊണ്ട് വന്നത്. ഇതാ പിശാച് ചെയ്യുന്ന കാര്യം. ഈ ഞാനത് പിന്നീട് പറയുന്നുണ്ട്, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ചക്കരവാക്ക് മോശുതി എന്നുള്ള ഒരു പദപ്രയോഗമുണ്ട് കേട്ടോ. ഇതൊക്കെ നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വഞ്ചിക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകരുത്. വഞ്ചിക്കുക എന്നുള്ളത് ഈ പിശാചിന്റെ വഞ്ചനയാണ്. ഒന്ന് ഹവ പറയാണ് എന്നെ വഞ്ചിച്ചു. 1 തിമോഥെയോസ് 2:14 പൗലോസ് അതിനെക്കുറിച്ച്, ഇതേ കാര്യത്തെക്കുറിച്ച് തിമോഥെയോസിന് എഴുതുന്ന കാര്യമാണ്. 1 തിമോഥെയോസ് 2:14. ആ സ്ത്രീയെ വഞ്ചിച്ചു. അവിടെ ഹവ്വ പറഞ്ഞ അതേ കാര്യം പൗലോസും ആവർത്തിക്കുകയാണ്. ഹവ്വയെ, സ്ത്രീയെ പിശാച് വഞ്ചിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പിശാച് നമ്മളെ വഞ്ചിക്കുന്നവനാണെന്നുള്ള കാര്യമാണ്. എവിടെയെങ്കിലും ഈ വഞ്ചനയിൽ നാം അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അകപ്പെടാനുള്ള സാധ്യതകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അത് പിശാചിന്റെ പരിപാടിയാണെന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ. നമുക്കറിയാമല്ലോ, ഇന്നിപ്പം ഇമെയിൽ അയച്ച് SMS ചെയ്ത് നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിരിക്കുന്നു, എവിടെയാ, ഇംഗ്ലണ്ടിൽ ലോട്ടറി അടിച്ചിരിക്കുന്നു, അല്ലെ അമേരിക്കയിൽ ലോട്ടറി അടിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സുകൾ ലോട്ടിട്ടാണ് ലോട്ടറി കിട്ടിയിരിക്കുന്നത്, അല്ലെ നിങ്ങളുടെ ഫോൺ നമ്പർ ലോട്ടിട്ടാണ് ഈ ലോട്ടറി അടിച്ചത്, 5 ലക്ഷം പൗണ്ട് ഉണ്ട്, നമ്മുടെ ഇവിടുത്തെ 3 കോടിയിലധികം രൂപ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തോരം മെസ്സേജസാണ് വരുന്നത്. പാവപ്പെട്ടവൻ അതിനോട് റെസ്പോണ്ട് ചെയ്യുമ്പോഴത്തേനും പറയും, അരമണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ ഏജന്റ് നിങ്ങളെ വിളിക്കും. പിന്നെ പറയും, RBIയുടെ പെർമിഷന്റെ ലെറ്റർ ഇപ്പം നിങ്ങൾക്ക് വരും എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു ദിവസത്തിനുള്ളിലാണ് ഇതിന്റെ പ്രോസസ് എല്ലാം തീരുന്നത്. എന്നിട്ട് പറയും, നിങ്ങൾക്ക് ആ പൈസ എടുക്കാൻ വേണ്ടി ഒരു 25,000 രൂപ ഇപ്പം നിങ്ങൾ അഡ്വാൻസ് ആയിട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറയും. പാവങ്ങൾ 5 കോടി കിട്ടുമല്ലോ എന്ന് ഓർത്ത് 25,000 കൊടുക്കും. അത് മേടിച്ച് കഴിയുമ്പോൾ പറയും, ആ ഓഫീസിലെ കാര്യം കഴിഞ്ഞു, ഇനി ഇംഗ്ലണ്ടിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഒരു 2 ലക്ഷം തരണമെന്ന് പറയും. അത് കൊടുക്കും. അത് കഴിയുമ്പോൾ പറയും, വേറെ ഒരു ഇടനിലക്കാരനുണ്ട്, അവർക്കൊന്ന് കൊടുക്കാനെന്ന് പറയും. ഇങ്ങനെയാണ് വഞ്ചന നടക്കുന്നത്. അവസാനമോ ഇവന്റെ കാശ് പോയത് മിച്ചം, ഇവൻ കടക്കാരന് പറഞ്ഞു. സത്യത്തിൽ അവൻ ആദ്യമേ കണ്ട ഇമെയിലും അതിനകത്തെ എംബിളും ആ SMS അല്ലെ ആ മെയിലിലെ മെസ്സേജും ഒക്കെ വായിച്ച വലിയ കുഴപ്പമുണ്ട്, ഒരു കുഴപ്പവും. ഇതാ വഞ്ചിക്കുക എന്ന് പറയും. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ ഓർക്കേണ്ടത്, ഒരാളെ ഒരു പ്രാവശ്യം കണ്ടു, ഒരു പ്രാവശ്യം ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ആരുടെ ഹൃദയത്തിൽ ദൈവദൂതനോ ദൈവദൂതയോ ആക്കരുത്. പരീക്ഷിച്ചറിഞ്ഞു എന്ന പദമാണ് നമ്മൾ വായിച്ചത് വെളിപ്പാട് പുസ്തകത്തിൽ. പരീക്ഷിച്ചറിയുക എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് സമയം എടുക്കുന്നു, ഒരു സമയം. ഇവിടെ ഒറ്റ കാഴ്ച, ചില ആളുകളുണ്ട് ഒറ്റ സംസാരത്തിൽ അങ്ങ് ഫ്രണ്ട്സ് അല്ല, ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആകുന്ന ആളുകളുണ്ട്. ഒറ്റ സംസാരം ഒരു പ്രാവശ്യം ഉണ്ടാകും, എന്നിട്ട് അവരെ കുറിച്ച് ഏറ്റവും നല്ലയാളെന്നൊരു ഒരു അടിക്കുറിപ്പ് ചെയ്യരുത്. പിശാച് നമ്മളെ വഞ്ചിക്കും, അത് നാം ശ്രദ്ധയോടെ കരുതണം. പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. അതുകൊണ്ട് യാക്കോബ് അപ്പോസ്തലൻ
തരുന്നയൊരു മുന്നറിയിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം. യാക്കോബ് 1:16 വായിക്കാം. യാക്കോബ് 1:16. മതി. യാക്കോബ് പറയുകയാണ്, എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. സഭയ്ക്ക് പൊതുലേഖനമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ചിതറിപ്പാർത്ത 12 ഗോത്രങ്ങൾക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കുമുള്ള സന്ദേശമാണത്. എൻ്റെ പ്രിയ സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുത്. ഇന്ന് പലരും ഓർക്കുന്ന രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആരും വഞ്ചിക്കുകയല്ലെന്ന അല്ല, പിശാച് വഞ്ചിക്കും. അതുകൊണ്ടാണ് യാക്കോബ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങളാരും വഞ്ചിക്കപ്പെടരുത്. അതിന് ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കാം, പ്രിയ സഹോദരിമാരെ, നിങ്ങളെയും ആരും വഞ്ചിക്കരുത്. വഞ്ചനയുടെ കാര്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വഞ്ചിക്കുന്ന സഹോദരിമാരെയാണെന്നാണ് പൗലോസിന്റെ എഴുത്തുകൾ. അവർ എപ്പോഴും കേട്ടിട്ടും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാത്ത സ്ത്രീകളെ വശീകരിക്കുമെന്നാണ് ബൈബിളിൽ പറയുന്നത്. ഞാനിതിനെ പൊതുവായിട്ട് പറയുകയാണ്, എല്ലാവരും ഈ വശീകരണത്തിന്റെ വലയിൽ വീഴാം. പിശാച് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. പുരുഷന്മാരെക്കാൾ പെട്ടെന്ന് ആളുകൾ വിശ്വാസം അർപ്പിക്കുന്ന സ്ത്രീകളാണ്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞത്. അതെ, വഞ്ചിക്കപ്പെടരുത് എന്നാണ് ഇവിടെ യാക്കോബ് പറയുന്നത്. അപ്പോൾ മറ്റൊരാളാൽ നാം വഞ്ചിക്കപ്പെടരുത് എന്നാണ് അർത്ഥം. പിശാചിന്റെ ഒരു പണിയാണ് വഞ്ചന. യാക്കോബ് 1:14-15 കൂടെ വായിക്കൂ. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ അത്രേ. അപ്പൊ ഇവിടെ പറയുന്നത് സ്വന്തം മോഹത്തിൽ ആകർഷിക്കപ്പെടുന്നു. നമ്മളിലുണ്ടാകുന്ന ചിന്തകളിൽ ആകർഷിതരാകുന്നു. നമ്മളിലുണ്ടാകുന്ന എല്ലാ ചിന്തകളും ദൈവത്തിൽ നിന്നുള്ള ചിന്തകളല്ല. സൈക്കോളജിസ്റ്റ് ഒക്കെ പറയുന്നത് ഒരു മനുഷ്യനിൽ ഒരു സെക്കൻഡിൽ ഏകദേശം 20ഓളം നെഗറ്റീവായിട്ടുള്ള ചിന്തകളും 2 മുതൽ 8 വരെ നല്ല ചിന്തകളും ഉണ്ടാകുന്നു എന്നാണ് സാരം. അപ്പോൾ കൂടുതലും ഉണ്ടാകുന്നത് തെറ്റായ ചിന്തകളാണ്. ഇവിടെ യാക്കോബ് പറയുകയാണ്, സ്വന്തം മോഹത്തിൽ ആകർഷിക്കും. നമ്മളിലുണ്ടാകുന്ന എല്ലാ ചിന്തകളും ദൈവത്തിൽ നിന്നാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. സ്വന്തം മോഹത്തിൽ ആകർഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാളും ദൈവഹിതത്തെക്കാളും സ്വയത്തിനും സ്വന്തം ഇഷ്ടത്തിനും വില കൽപ്പിക്കുന്നു എന്നാണ് സാരം. അതാണ് സ്വന്തം മോഹത്തിൽ ആകർഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ. ദൈവത്തെക്കാളും ദൈവഹിതത്തെക്കാളും സ്വയത്തിനും സ്വന്തം ഇഷ്ടത്തിനും വില കൽപ്പിക്കുക. അത് വഞ്ചനയാണ്, പിശാചിന്റെ വഞ്ചനയാണ്. അങ്ങനെയുള്ള ആളുകൾ എന്നാ പറയുമെന്നറിയാവോ? യാക്കോബ് അത് പറയുന്നുണ്ട്. ഞാൻ ഇന്ന പട്ടണത്തിൽ പോയി വ്യാപാരം ചെയ്ത് ഞാൻ ഇന്നത് സമ്പാദിക്കുമെന്ന് നീ ഹൃദയത്തിൽ പറയരുത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ ഇന്ന പട്ടണത്തിൽ പോയി വ്യാപാരം ചെയ്ത് വായിക്കാം. മതി. ഇപ്പൊ ഇവരുടെ മനസ്സിലെ സ്വയത്തിന്റെ ആ ചിന്തയിൽ സ്വന്തം ഇഷ്ടം കൊണ്ട് പറയുന്നത് എന്നാന്നറിയാവോ? 4:13 ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കും. സ്വന്തം മോഹത്തിൽ ആകൃഷ്ടരായി അവർ തന്നെ അങ്ങ് കൽപ്പിക്കുക. അല്ല, പറയേണ്ടത് നാളത്തെ നമ്മൾ അറിയുന്നില്ല. ദൈവത്തിന് 15-ാമത്തെ വാക്യമുണ്ട്, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തെ മുൻനിർത്തി എന്നുള്ളതിനേക്കാൾ ഉപരി സ്വന്തമായിട്ട് തീരുമാനിച്ച് ആ ഇഷ്ടത്തിന് വില കൽപ്പിച്ച് ജീവിക്കുക. അതാണ് സ്വന്തം മോഹത്തിൽ ആകർഷിച്ച് വഞ്ചിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം.
അതുകൊണ്ട് ഇത് നമുക്ക് വരരുത്. നമ്മുടെ ചിന്തയിലും നമ്മുടെ തീരുമാനങ്ങളിലും ജീവിതത്തിലുമെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം ഇത് നമ്മുടെ മനസ്സിലുണ്ടാകും. ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ, ദൈവത്തിന് ഹിതമാണെങ്കിൽ എന്നുള്ള ആ വാക്ക് ഒരിക്കലും നമ്മുടെ ചിന്തയിൽ നിന്ന് മാറിപ്പോകരുത്. പിശാച് നമ്മളെ വഞ്ചിക്കും. നമ്മൾ വഞ്ചിക്കപ്പെടുവാൻ സാധ്യതയുള്ള 7 കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ ഒന്ന് പറയാം, സമയത്തിൻ്റെ പരിധി പോലെ തന്നെ. മത്തായി 13:22 വായിക്കാം. മത്തായി 13:22 നാം വഞ്ചിക്കപ്പെടുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. മത്തായി 13:22. ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചന. അപ്പോൾ വചനം കേട്ടവൻ്റെ കാര്യം ഈ പറയുന്നത്. വേണേ നമ്മുടെ കാര്യം എന്ന് പറഞ്ഞു, അല്ലെ എൻ്റെ കാര്യം തന്നെ പറഞ്ഞു. വചനം കേട്ട ഒരുത്തനിൽ ഈ വചനം എന്ന വിത്ത് വേര് കൊടുത്ത് അത് വളർന്ന് ഫലം കൊടുക്കുവാൻ കഴിയാതെ വണ്ണം മുള്ളിനിടയിൽ വീണത് ആ സസ്യത്തെ ഞെരുക്കിക്കളഞ്ഞു. അതിനെക്കുറിച്ച് പറയുകയാണ്. അതെന്താണത്? മുള്ളെന്താണ് ഇവിടെ? അല്ലെ, ഞെരുക്കിക്കളഞ്ഞത് എന്താണ്? ലോകത്തിൻ്റെ ചിന്ത വന്നു. അടുത്തത് ധനത്തിൻ്റെ വഞ്ചന. പണം നമ്മളെ വഞ്ചിക്കുന്നതാണെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടോ? അല്ലെ കരുതുന്നുണ്ടോ? നമ്മുടെയൊക്കെ പേഴ്സിൽ പൈസ ഉണ്ടല്ലോ, ഇത് നമ്മളെ വഞ്ചിക്കുന്ന ഒരു സാധനമാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്നുള്ള ചിന്തയോടെയാണോ നമ്മൾ ഈ പണം കൈകാര്യം ചെയ്യുന്നത്? ഒരിക്കലും ഒരാൾ ചെയ്തതായിട്ട് ഞാൻ കേട്ടു. 1000 രൂപയുടെ ഒരു നോട്ട് എടുത്ത് അതിനൊരു ചുമ്മനം ചെയ്തേച്ച് സ്വോത്രകാഴ്ച പാത്രത്തിലോട്ടിട്ട് വഞ്ചിക്കുന്ന ഒരുത്തനെ നമ്മൾ ആരെങ്കിലും ചുമ്മനം ചെയ്യും? അവനെ കാണുമ്പോഴേ നമുക്കൊരു മനസ്സിലൊരു അറപ്പേ തോന്നുള്ളൂ. സഹോദരങ്ങളെ, പണം ആവശ്യമാണ് ഈ ഭൂമിയിലെ ജീവിതത്തിന്. എന്നാൽ ഇത് വർദ്ധിക്കുന്നതുകൊണ്ടൊരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം. ഇത് വർദ്ധിച്ചു കഴിയുമ്പോഴത്തേനും ആളുകൾ മുമ്പേ പറഞ്ഞ പോലെ സ്വയത്തിനും സ്വന്തം ഇഷ്ടത്തിനും വില കൽപ്പിക്കാൻ തുടങ്ങും. ഇതില്ലാത്തപ്പോഴോ എൻ്റെ ദൈവമേ എനിക്കില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ കൈയും പൊക്കി കണ്ണും മുകളിലോട്ട് നോക്കി ഒരു പ്രാർത്ഥനയാണ്. ഇല്ലെങ്കിൽ ഉണ്ടെങ്കിലോ മേളിലോട്ടുള്ളതങ്ങ് നീക്കും. മേളിലോട്ടുള്ള നോട്ടവും പ്രാർത്ഥനയും നിന്നേച്ച് കയ്യിലുള്ളതും കൊണ്ട് സ്വയത്തിനും സ്വന്തം ഇഷ്ടത്തിനും അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴോ അവൻ നമ്മളെ വഞ്ചിക്കും. ഈ പണം നമ്മളെ വഞ്ചിക്കുന്നവനാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ദ്രവ്യാഗ്രഹികളായിട്ട് തീർന്ന് വിശ്വാസം വിട്ടുഴലും എന്ന് പൗലോസ് പറയുന്നുണ്ട്, തിമോഥെയോസിനോട് പറയുന്നുണ്ട്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ് എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ വഞ്ചിക്കുന്ന ഒരു വഞ്ചനയാണ് പണം. ധനം ഇല്ലേ പ്രശ്നമുണ്ട്, ഉപജീവന ചിന്തകൾ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കും. എന്നാൽ പണം കൂടിയാലും പ്രശ്നമുണ്ട് എന്നുള്ളതാണ് സത്യം. ഒരു കാലത്ത് ക്രിസ്തീയ വിശ്വാസത്തിൽ ഇറങ്ങിയ ആളുകൾ അവരൊക്കെ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുകയും ദൈവത്തോടുള്ള സ്നേഹത്തിലും ആ ഭക്തിയിലും വിശുദ്ധിയിലും അവരെ തന്നെ കാത്തു സൂക്ഷിച്ച് അവർ ജീവിക്കുകയും ചെയ്യും. ദൈനംദിന ആവശ്യങ്ങൾ പോലും അവർക്ക് നടക്കുവാൻ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല. ദൈനംദിനമൊക്കെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ദൈനംദിന കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നു. പണം ആവശ്യത്തിൽ കൂടുതലായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകളെല്ലാം ആ പണത്തിലേക്കായി ചിന്ത. പണം പിന്നെ അവരെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് ഇപ്പോൾ. മാത്രമല്ല, ആളുകൾ ദൈവിക അനുഗ്രഹത്തിൻ്റെ കാരണമായിട്ട് പണത്തെ കൂടെ കാണാൻ തുടങ്ങിയത് കൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ വളരെ പുറകോട്ടെന്ന് പറയേണ്ടി വരികയാണ്. നല്ലൊരു കാര്യം ഞാൻ പറയാം. ദൈവവചനത്തിൽ വഴിയെക്കുറിച്ച് പറയുന്നത് ഇടുങ്ങിയ വഴിയെന്നാണ്. ആ വഴിയുടെ വീതി കൂടുന്നതായി ബൈബിളിലില്ല. ക്രിസ്ത്യ ജീവിതം തുടങ്ങുമ്പോഴുള്ള ആ വഴിയുടെ വീതിയാണ് ആ വഴി അവസാനിക്കുന്നത് വരെ. പല ആളുകളും ആ വഴിയെ തുടങ്ങി കുറച്ച് വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ വഴി വിശാലമാക്കി എന്നാണ് പറയുന്നത്. ദൈവം എൻ്റെ വഴി വിശാലമാക്കി എന്നാണ് പറയുന്നത്.
പണ്ട് ഇടുങ്ങിയതായിരുന്നു, ഇപ്പം ദൈവം വിശാലമാക്കി എന്നാണ് പറയുന്നത്. സത്യത്തിലല്ല. കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുന്നവന്റെ വഴി, ആ വഴി അവസാനിക്കുന്നവരെ ഇടുക്കമുള്ള ഒരു വഴിയായിരിക്കും. ധനത്തിന്റെ വഞ്ചന പിശാച് കൊണ്ടുവരും. അതിലാരും ആകൃഷ്ടരായി പോകരുത്. പണം നിങ്ങളുടെ ദൈവം തരുന്നെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ മാത്രമല്ല, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് കൂടിയാണ്. വേറൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ, ഒരാവശ്യം വേറൊരാളോട് ചോദിക്കാതെ ജീവിക്കാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. നമ്മുടെ ഒരു ആവശ്യം മറ്റൊരാളോട് പറയാതെയും മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെയും ജീവിക്കാനുള്ളത് ദൈവമേ എല്ലാവർക്കും അങ്ങ് കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നയാളാണ്. എന്നാൽ ഇതിൻ്റെ വഞ്ചനയിൽ അകപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, പണം കിട്ടാൻ വേണ്ടി കള്ളം പറയും, പണം കിട്ടാൻ വേണ്ടി വ്യാജമാർഗങ്ങൾ ഉപയോഗിക്കും, പണം കിട്ടുന്ന ഏതൊരു കാര്യത്തിലും ഇടപെടും. അങ്ങനെ ഇടപെട്ടാൽ ക്രിസ്തീയ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ഒക്കുകയില്ല, കർത്താവിനെ അക്ഷയമായി സ്നേഹിച്ച് ജീവിക്കാൻ ഒക്കുകയില്ല. മറ്റുള്ളവർ അവരും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസവും തിരിച്ചറിയുകയും ചെയ്യും. അതാണ് സത്യം. അതെ, ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതിൽ നിന്നും ധനത്തിലേക്ക് നമ്മുടെ ചിന്തകളാവുക എന്നാണ് അർത്ഥം. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ പണം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ചിന്തയിലേക്കാവുക എന്നാണ് സാരം. റോമർ 16:18 വായിക്കൂ. റോമർ 16:18. റോമർ 16:18. മതി. ഒന്ന്, ധനത്തിന്റെ വഞ്ചന, പിശാച് വഞ്ചിക്കുന്നത്. രണ്ട്, പിശാചിന്റെ ഒരു വഞ്ചനയാണ് ചക്കരവാക്കും മുഖസ്തുതി. ചില ആൾക്ക് ഇത് കേൾക്കണം. മുഖസ്തുതി പറയുന്നത് എന്നെ ഇഷ്ടമാണെന്നറിയാവോ? മുഖസ്തുതി പറയും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് D.L. മൂഡിയെ കുറിച്ച് വായിച്ച ഒരു കാര്യം. അദ്ദേഹം ഒരിക്കൽ ഒരു സ്റ്റേജിൽ പ്രസംഗം കഴിഞ്ഞിറങ്ങുമ്പോൾ ഓടി വന്ന ഒരാൾ പറഞ്ഞു, വളരെ നല്ലൊരു പ്രസംഗം, എൻ്റെ ആയുസ്സിൽ ഞാൻ ഇതുപോലൊരു പ്രസംഗം കേട്ടിട്ടില്ല എന്ന് വളരെ ഉറക്കെ ഇദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ മൂടി പറഞ്ഞു, അതെ, നീ ഇത് പറയുന്നതിന് മുമ്പ് ഒരാൾ എന്നോട് ഇത് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അന്നേരം ചോദിച്ചു, ആരാണ്? ഞാനല്ലേ ഓടി വന്ന് പറഞ്ഞത്, വേറെ ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, പിശാചാ പറഞ്ഞത്. അപ്പൊ പിശാച് ആദ്യം എന്നോട് ഇത് പറഞ്ഞു, പിന്നെയാ നീ പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ? ചക്കരവാക്കും മുഖസ്തുതി. ഇവിടെ ഈ ചക്കരവാക്കും മുഖസ്തുതി എന്ന് പറഞ്ഞാൽ ഈ കാര്യസാധ്യത്തിനു വേണ്ടി വിളിക്കുന്നത് കേൾക്കുമ്പോഴേ അറിയാം ഇത് ചക്കരവാക്കിന്റെ മുഖസ്തുതിയുടെ ആണെന്നറിയാം. ഒരു പരിചയവും ഇല്ലാത്ത ആളുകളോട് ചില ആളുകൾ ഇടപെടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ദീർഘവർഷങ്ങളായിട്ട് ഒരുമിച്ച് താമസിച്ചവരോട് ഇടപെടുന്ന പോലെ ഇടപെടുന്ന ആളുകളുണ്ട്. അതെങ്ങനെ സാധിക്കും? ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാളോട് നമുക്കങ്ങനെ ഇടപെടാൻ ഇല്ല. ആദ്യം ഒരാളെ നമ്മൾ കാണുമ്പോൾ ഒരു പക്ഷേ പേര് ചോദിച്ചു, എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു, എന്താ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചു, വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധാരണ നിലയിലാണ് നമ്മൾ ഒരാളുമായിട്ട് പരിചയപ്പെടുകയും ഒരാളുമായിട്ടുള്ള ആ ബന്ധം അത് കൂടുതൽ വർദ്ധിച്ചു വരികയും. ഇതൊന്നും ഇല്ലാതെ ഉള്ള സംസാരങ്ങൾ, ഇങ്ങനെ വേണേൽ പറയാം, അമിതമായ സ്നേഹപ്രകടനം, അമിതമായ ഭക്തി പ്രകടനം, പുകഴ്ത്തൽ, ഇതൊക്കെ ചക്കരവാക്കും മുഖസ്തുതിയിലുമാണ്. ആളുകളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ ചക്കരവാക്കും മുഖസ്തുതി. അതേസമയം നേരെ നോക്കി നീ ചെയ്ത് തെറ്റായിപ്പോയി, അല്ലെ സഹോദരൻ ചെയ്ത് തെറ്റായിപ്പോയി, അല്ലെ സഹോദരി ചെയ്ത് തെറ്റായിപ്പോയി, മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുകയില്ല. പിന്നെ ആളെ കാണുമ്പോഴോ ഇനി എന്നാ വഴക്കായി ഇനി പറയാൻ പോകുന്നതെന്ന് അറിയത്തില്ലെന്നും പറഞ്ഞ് വഴി കൂടെ മാറിക്കും. അതേസമയം ചക്കരവാക്കും മുസ്ലിം പറയുന്ന ആളാണല്ലോ അങ്ങോട്ട് കയറി വിട്ടു. അയാൾ നമ്മളെ കാണാൻ നിൽക്കുകയാണേലും ഓർക്കുന്നില്ലെന്നും ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി പരിചയപ്പെടും. അതേസമയം ഇത് പറയാത്ത ഒരാളാണല്ലോ കണ്ടാൽ കാണാതെ പോവുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് തീർത്തു പറയാം, പിശാച് ചെയ്ത ഒരു വഞ്ചനയാണ് ചക്കരവാക്കും മുസ്ലിം. ഒരു കാര്യത്തിൽ തെറ്റായ കാര്യം നമ്മൾ ചെയ്തതിനെ തെറ്റെന്ന് പറയാതെ അതിനെ സോപ്പിട്ടോണ്ട്, അല്ലെങ്കിൽ അതിനെ ബട്ടറിങ് എന്ന് പറയും, നെയ്യ് ചേർത്ത് ഒരു കുഴപ്പമില്ലാത്ത പോലെ തെറ്റിനെ തെറ്റായിട്ട് കാണാതെയും പറയാതെയും ഇരിക്കുന്നവരെ സൂക്ഷിക്കണം. അത് പിശാചിന്റെ ഒരു തന്ത്രമാണ്.
പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. എനിക്കറിയാം ഒരാള്, അദ്ദേഹത്തെ ഈ ചെറുപ്പക്കാരും പിള്ളേരൊക്കെ വിളിക്കുന്ന പേര് തന്നെ സോപ്പ് കുട്ടൻ എന്നാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ എല്ലാവരോടും സോപ്പെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? അതെ, ഈ സോപ്പിട്ടേ സംസാരിക്കുള്ളൂ. അദ്ദേഹത്തിന് നോ എന്ന് പറഞ്ഞൊരു വാക്കേയില്ല. അദ്ദേഹം ആളുകളോട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്ന, പ്രായമുള്ള ആളാണെങ്കിലും പെരുമാറുകയൊക്കെ ചെയ്യുന്ന കണ്ടാൽ നമ്മൾ ഓർക്കും, എന്തൊരു സ്നേഹമാണ് ഇയാൾക്ക് നമ്മൾക്ക് തോന്നിപ്പോകാം. എന്നാൽ ചെറുപ്പക്കാരും പിള്ളേർക്ക് അറിയാമല്ലോ, അവരതുകൊണ്ട് ഇട്ടിരിക്കുന്ന പേരാ സോപ്പൂട്ടൻ. അത് ചക്കരമാക്ക് മൂസലി എന്ന് പറയും. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അത് പിശാചിൻ്റെ ഒരു വഞ്ചനയാണ്. 1 ധനത്തിൻ്റെ വഞ്ചന, 2 ചക്കരവാക്ക് മൂസലിയും, 3 കൊലോസ്യർ 2:8. കൊലോസ്യർ 2:8. കൊലോസ്യർ 2:8. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്, ആരും നിങ്ങളെ ചതിക്കരുതെന്നാണ് പറയുന്നത്. തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട് സംസാരിച്ചാൽ വളരെ അറിവുള്ളവരാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇവർ പറയുന്ന കാര്യങ്ങൾ ഭൂമിയുണ്ടായിട്ട് എത്ര വർഷമായി, എത്ര കോടി വർഷമായെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ തുടങ്ങുള്ളൂ. ഇവർ ഈ പറയുന്ന ഫിലോസഫിയൊക്കെ കേട്ടാൽ അവർക്ക് ഭയങ്കര അറിവുള്ളവരാണെന്ന് തോന്നുന്നു. അവസാനം വന്ന് വേദപുസ്തകത്തിന് വിരുദ്ധമായ ഒരു ആശയം കൂടെ ചേർക്കും. ക്രിസ്തുവിൽ നിന്നും വചനത്തിൽ നിന്നും നമ്മളെ അകറ്റിക്കളയും എന്നാണ് സാരം. ഈ തത്വജ്ഞാനികൾ, നമുക്കറിയാം ലോകത്തിലുണ്ടായിട്ടുള്ള തത്വജ്ഞാനങ്ങൾ, നോസ്റ്റിസിസം, ഡോസറ്റിസിസം, സ്റ്റോയിസിസം, എപ്പിക്യൂരിനിസം, ഇതെല്ലാം മൊണ്ടേനിസം, മാനിക്കിനിസം, ഏരിയനിസം, ഇതെല്ലാം തത്വജ്ഞാനങ്ങളാണ്. ക്രിസ്തുവിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുക, ദൈവവചനത്തിൽ സംശയമുളവാക്കി ക്രിസ്തുവിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്ന തത്വജ്ഞാനങ്ങൾ. പ്രസംഗം തുടങ്ങി കഴിയുമ്പോൾ ആദ്യത്തെ 2 വാചകം കഴിയുമ്പോഴേ ഓർക്കും, അയ്യോ എന്തൊരറിവായി മനുഷ്യന്. ശ്വാസം പോലും കേട്ടു നിൽക്കുന്നവരെ ചിലപ്പോൾ നിന്നു പോകുന്ന പോലെ അതേ വേഗതയിൽ ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം. പക്ഷേ ഓർത്തോണം, പറഞ്ഞ് തീർക്കുന്നത് എവിടെയാണ്? നമ്മളെ ക്രിസ്തുവിനോടും ദൈവവചനത്തോടും അടുപ്പിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ക്രിസ്തുവിനോടും വചനത്തോടും നമ്മളെ അടുപ്പിക്കാത്ത സകലതിനെയുമാണ് ഇവിടെ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് തത്വജ്ഞാനവും വെറും വഞ്ചനയും എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. കേൾവിയിൽ തത്വജ്ഞാനമാണെന്ന് തോന്നാം, പക്ഷേ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്ന അറിവുകളെന്ന് മാത്രമേ അവിടെയുള്ളൂ. ക്രിസ്തുവിൽ നിന്ന് അകറ്റുക, വചനം വിശ്വസിക്കുന്നതിനു പകരം വചനത്തിൽ സംശയമുളവാക്കുന്ന ചിന്തകൾ കൊണ്ടുവരിക. വചനം വിശ്വസിക്കുന്നതിന് പകരം വചനത്തിൽ സംശയമുളവാക്കുക. നമുക്കറിയാം, അടുത്ത കാലത്തുണ്ടായ ഒരു ചിന്ത, തിരുവത്താഴം എല്ലാവർക്കും ഉള്ളതാണ്. അടുത്ത കാലത്ത് വന്ന ഒരു ജ്ഞാനചിന്തയായി, ഇത് വീട്ടിൽ ആണ് തുടങ്ങേണ്ടത്, വീട്ടിലെ അപ്പനാണ് ഇത് മുറിക്കേണ്ടത്, വീട്ടിലാണ് തുടങ്ങേണ്ടത്, എല്ലാവർക്കും ഉള്ളതാണ്, ക്രിസ്തു കാണിച്ചു കൊടുത്തതാണ്. ആ ചിന്ത ഇന്ന് ആളുകളൊക്കെ ഒത്തിരി വ്യാപിച്ചു. പക്ഷേ വേദപുസ്തകം ശ്രദ്ധിച്ച് വായിച്ചാൽ അറിയാം, സഭയ്ക്കാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. മാത്രമല്ല, അപ്പോസ്തലപ്രവൃത്തിയിൽ വായിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട രക്ഷിക്കപ്പെട്ട ആളുകൾ പ്രായോഗികമാക്കിയ പ്രായോഗിക ജീവിതത്തിന്റെ കാര്യത്തിൽ പറയുകയാണ്, അവർ പ്രാർത്ഥന കഴിച്ചു, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, അപ്പം നുറുക്കി കൂട്ടായ്മ ആരംഭിച്ചു. അപ്പോൾ അവരുടെ പ്രായോഗിക ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആളുകൾ അവർ ചെയ്ത കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് അപ്പം നുറുക്കി എന്നുള്ള കാര്യം എഴുതി വെച്ചിരിക്കുന്നത്. ഞാനിത് പറഞ്ഞതിന്റെ സാരം എല്ലാവർക്കും ഉള്ളതല്ല. പക്ഷെ ആ തത്വജ്ഞാനം കേട്ടാലോ ഓർക്കും, ഇത് എല്ലാവർക്കും ഉള്ളതാണല്ലോ, എല്ലാവർക്കും ഉള്ളതാണല്ലോ. അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിൻ്റെ തെളിവുകളിലേക്കോ വിശദാംശത്തിലേക്കോ പോകുന്നില്ല. ഇവിടെ വായിച്ച ആ വാക്യത്തോട് അനുഭവപ്പെടുത്തി ഒരു കാര്യം ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് നടക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ. അവിടെ പിശാചിൻ്റെ ഒരു വഞ്ചനയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധ നമ്മൾക്ക് ഉണ്ടാകണം എന്നാണ് ഞാനിവിടെ അർത്ഥമാക്കുന്നത്. 2 തിമോഥെയോസ് 3:13 വായിക്കാം.
2 തിമോത്തിയോസ് 3:13. വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് 2 പേരുകളാണ് അവിടെ പറയുന്നത്. 1 ദുഷ്ടമനുഷ്യർ, 2 മായാവികൾ. ഇവിടെ അർത്ഥമാക്കുന്നത് ദൈവമില്ലാത്തവർ. മായാവികൾ എന്നുള്ളതിന് മൂലഭാഷയിൽ ദൈവമില്ലാത്തവർ എന്നുള്ള ഒരു ആശയമാണുള്ളത്. ദൈവമില്ലാത്തവർ തരുന്ന, ദുഷ്ടമനുഷ്യർ തരുന്ന പ്രലോഭനങ്ങൾ, അതിൽ നിന്ന് നാം ഒഴിവുള്ളവരാകണം. ദൈവമില്ലാത്ത ദുഷ്ടമനുഷ്യർ നമുക്ക് പ്രലോഭനങ്ങൾ തരും. ഇങ്ങനെ ഞാനങ്ങ് പറഞ്ഞേക്കാം, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വന്നു കഴിയുമ്പോൾ സാധാരണ നല്ല ചിന്തിക്കും, ഒരു കുഴപ്പമില്ലല്ലോ, അവരുടെ ഫ്രാഞ്ചൈസി അങ്ങ് അയക്കാം, അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പിൽ അങ്ങ് ചെയ്യാം, ഓഫറൊക്കെ കിട്ടുമ്പോൾ ഓർക്കും. പക്ഷേ അത് കഴിയുമ്പോഴോ, തുടങ്ങി കഴിയുമ്പോഴാണ് ഇത് വിജയിക്കണമെങ്കിൽ കള്ളം പറയാനുള്ള ഒരു വഴിയായിരുന്നു അത്. കാരണം കള്ളം പറഞ്ഞാൽ ബിസിനസ് നടക്കുമോ. ഞാൻ നന്നായിട്ട് ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. കോട്ടയം ടൗണിൽ ദീർഘവർഷങ്ങൾ ഞാൻ ഒരു സ്ഥലത്ത് എല്ലാ ഞായറാഴ്ചയും പോയിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു. ആ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ഒരാൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടല്ലോ, അല്പം നേരത്തെ അടുത്ത ക്ലാസ്സിന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. നേരത്തെ തന്നെ ഞാൻ അവിടെ ചെന്നു. അദ്ദേഹമായിട്ട് ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. ഞങ്ങൾ സംസാരിച്ചു. ഞാൻ ചോദിച്ചു, സ്നേഹിത, നമ്മൾ കുറേ നാളുകളായിട്ട് ഒരുമിച്ച് കാണുകയും ദൈവദിനം കേൾക്കുകയും ചെയ്യുന്നല്ലോ, താങ്കൾ കേൾക്കുന്ന വചനത്തോടുള്ള താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? ഈ വചനമൊക്കെ താങ്കൾക്കും സ്വീകാര്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ആ വചനം വ്യക്തിപരമായി അംഗീകരിക്കാത്തത് എന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു ചെറിയ ചിരിയോടെ സംസാരിക്കുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ സ്വസിദ്ധമായ ചിരിയോടെ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, സാറ് വചനമൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വാള് കിടക്കുന്ന പോലെയാണ് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുള്ളത്. അങ്ങനെ ജീവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ എൻ്റെ ബിസിനസ് നിർത്തേണ്ടി വരും. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം. ഞാൻ പറഞ്ഞു, ബിസിനസ് അല്ല വലുത്, അതിനേക്കാൾ വലുത് കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുന്നതാണല്ലോ. കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങളന്ന് സംസാരിച്ച് പിരിഞ്ഞു. ഒരു 6 മാസം കഴിഞ്ഞ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അടുത്ത ദിവസം സ്നാനപ്പെടുകയാണ്, അന്ന് വരണം. ഞാൻ പറഞ്ഞു, അന്നത്തെ ദിവസം എനിക്ക് സാധിക്കുകയില്ല. എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ തലേ ദിവസം എങ്കിലും എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ, വചനം നേരത്തെ അനുസരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, എനിക്കത് ഖേദമുണ്ട്. വാസ്തവത്തിൽ എന്നെ ഒരു തീരുമാനത്തിലേക്ക് നയിച്ചത് സാറിൻ്റെ ക്ലാസ്സാണ്. എന്നാൽ ഞാൻ അന്ന് ആ വചനം അനുസരിച്ചില്ല. എൻ്റെ ബിസിനസ്സിന് ഞാൻ വില കൊടുത്തു. സംഭവിച്ചതെന്നറിയാമോ? ഒരാഴ്ച അദ്ദേഹം സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു. അതിന് ഒരാഴ്ച മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനത്തിലേക്കുള്ള ഇലക്ട്രിസിറ്റി സപ്ലൈ ഗവൺമെൻറ്റിൽ നിന്ന് സ്ക്വാഡ് വന്ന് KC ബോർഡിൽ വന്ന് പിടിച്ചു. 8 ലക്ഷം രൂപ ഫൈൻ അടിച്ചു. ഫൈൻ കിട്ടിക്കഴിഞ്ഞപ്പോഴേ ഇയാൾക്ക് മനസ്സിലായി ഇത് സംഭവം കഴിഞ്ഞു. ഫൈനുമൊക്കെ അടച്ചു. അയാൾ ആ ബിസിനസ് നിർത്തി. ഇന്നിപ്പോൾ അദ്ദേഹം പിന്നീട് ഗൾഫിൽ പോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു എൻ്റെ സാരം, നമ്മൾ അറിയുന്ന സത്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിൽക്കാതെ ഇവിടെ പണം ഉണ്ടാക്കാനുള്ള ഏതു മാർഗവും സ്വീകരിക്കുന്ന വഴികൾ നമുക്ക് ലഭിക്കുന്നത് ദുഷ്ടമനുഷ്യരും മായാവികളുമായ, എന്ന് പറഞ്ഞാൽ ദൈവമില്ലാത്തവരും ഇവിടെ ലാഭമുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രലോഭനങ്ങളും നമുക്ക് തന്ന് നമ്മളെ കൊണ്ടുപോകുന്നത് പിശാചിൻ്റെ ഒരു വഞ്ചനയാണെന്നാണ് ഞാനിവിടെ പറഞ്ഞതിൻ്റെ സാരം. പിശാചിൻ്റെ ഒരു വഞ്ചനയാണ്. അപ്പോൾ പിശാച് നമ്മളെ വഞ്ചിക്കുന്നത് 1 ധനം, 2 ചക്കരവാക്കും മൗസ്തുതിയും, 3 തത്വജ്ഞാനം, 4 ദുഷ്ടമനുഷ്യരും മായാവികളും ദൈവമില്ലാത്തവർ തരുന്ന പ്രലോഭനങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്, കള്ളം പറയാനുള്ള വഴി, പണമുണ്ടാക്കുവാൻ ഏതു മാർഗവും സ്വീകരിക്കുന്ന രീതി, അത് പിശാച് നമ്മളെ വഞ്ചിക്കുന്ന വഞ്ചനയുടെ മാർഗങ്ങളാണ്. അത് പിശാചിൻ്റെ തന്ത്രമാണ്. ആ തന്ത്രത്തെ നാം തിരിച്ചറിഞ്ഞ് നാം യുദ്ധം ചെയ്യണം. നമ്മുടെ മുമ്പിൽ
മുൻപിൽ വരുന്ന എല്ലാ വഴികളും ദൈവം തരുന്ന വഴികളല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ വഴി ദൈവം തന്നതാണോ, പിശാചിന്റെ തന്ത്രമാണോ എന്ന് തിരിച്ചറിഞ്ഞ് വേണം നാം മുൻപോട്ട് പോകുവാനെന്നാണ് ഞാൻ പറഞ്ഞത്. ഏതു വഴിയും ദൈവം തരുന്നതാണെന്നാലും ധരിക്കരുത്, അത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. ഞാൻ പറഞ്ഞു, പിശാചിന്റെ തന്ത്രങ്ങളോട് നമുക്ക് യുദ്ധമാണ്. യുദ്ധം ചെയ്യണമെന്നാണ് അർത്ഥം. ആ അർത്ഥത്തിൽ നാം ജീവിക്കണം, ഇല്ലെങ്കിൽ പിശാചിന്റെ തന്ത്രങ്ങളിൽ നാം അകപ്പെട്ടു. യേശുവിന് പരീക്ഷയുണ്ടായെങ്കിൽ, പിശാച് യേശുവിൻ്റെ അടുക്കൽ വന്നെങ്കിൽ, തീർച്ചയായും സഹോദരങ്ങളെ നമ്മുടെ എല്ലാവരുടെയും അടുക്കൽ വരും. നമ്മുടെ അടുക്കൽ യേശുവിൻ്റെ അടുക്കൽ 3 പ്രാവശ്യം വന്നെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ അടുക്കൽ എത്ര പ്രാവശ്യം വന്നെന്നും എത്ര പ്രാവശ്യം തോറ്റെന്നും, ജയിച്ചെന്ന് പറയാൻ എത്ര പേർക്ക് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അല്ല, ജയിച്ചിട്ടുണ്ടെങ്കിൽ ജയിച്ചെന്നും, അല്ല എത്ര പ്രാവശ്യം തോറ്റെന്നും ഒരു കണക്കെടുപ്പ് നടത്താൻ നമുക്ക് പറ്റുമോ? തീർച്ചയായിട്ടും ആ ഒരു കണക്കെടുപ്പ് നമുക്കുണ്ടാകണം. തോൽക്കരുത്. നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പിശാചിനെ അതിജീവിക്കുവാൻ, അവരുടെ തന്ത്രങ്ങളോട് പോരാടുവാൻ, യുദ്ധം ചെയ്യുവാൻ ദൈവത്തിൻ്റെ കൃപ ദൈവം നമുക്ക് തരും. പൗലോസിനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്കും മതി. ദൈവകൃപയിൽ ആശ്രയിച്ച് വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് പിശാചിൻ്റെ തന്ത്രങ്ങളെ അതിജീവിക്കുവാൻ കഴിയും. തുടർന്നുള്ള ചിന്തകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം.